നമ്മൾ വേദക്കാരൻ്റെ ഉപമയെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിക്കാനുള്ള റീസൺ അതൊരു ബേസിക് സിംബോളിക് ഉപമയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഇഫ് വി ആർ വില്ലിങ് വി ക്യാൻ ലീഡ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. നമ്മളതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യുക. ഈ വഴിയരിയിൽ വിത്ത് അത് നമ്മളെ സംബന്ധിക്കുന്ന ഒരു കേസല്ല. അതായത് ദൈവവചനം കേട്ടിട്ട് ഒട്ടും കെയർ ചെയ്യാത്ത അല്ലെങ്കിൽ അതിനൊരു വിലയും കൊടുക്കാത്ത ഹൃദയങ്ങളാണ്. നമ്മളതിൽ പെടില്ല. അതിലൊരു കാര്യം നമ്മൾ അറിയണം, വചനം എടുത്തുകൊണ്ട് പോയത് പിശാചാണ്. മുള്ളിനിടയിൽ വീണത് അതിൻ്റെ വൺ വേർഡ്, കാരണം ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിന്തിച്ചതാ. മുള്ളിനിടയിൽ വീണതിനെ കുറിച്ചും പാറപ്പുറത്ത് വീണതിനെ കുറിച്ചും വൺ വേർഡ് കോസ് അത് ഓർത്തിരിക്കണം. എന്നാലേ നമുക്കത് പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ഓർക്കാൻ പറ്റും. ഈ പാറപ്പുറത്ത് വീണത് ഫലം പുറപ്പെടുവിക്കാത്തതിന്റെ വൺ വേർഡ് റീസൺ എന്തായിരുന്നു? പേരില്ലാത്ത, റൂട്ടില്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ച ആ റൂട്ട് എന്താണ്? ക്രിസ്തുവിൽ, അതായത് ക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിച്ച് നിങ്ങൾ ക്രിസ്തു വേരൂന്നുക, അതിന്റെ വചനത്തിൽ നിന്ന് വളം വലിച്ച്. അപ്പോൾ വേരില്ലാതെ വന്നാൽ ഫലം പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല. ദെൻ മുള്ളിനിടയിൽ വീണതിന്റെ ബ്രീഫായിട്ട് അതിന്റെ റീസൺസ് എന്തായിരിക്കും? അല്ലല്ല, അതിന്റെ കോസുകൾ. One cares of the life, one deceitfulness of the riches. Then പറഞ്ഞോടെ നമ്മൾ അത് ചിന്തിച്ചതാ. ഇനി അത് വീണ്ടും വീണ്ടും ചിന്തിച്ചാൽ നമ്മൾ എന്നും ഈ വേദക്കാരന്റെ ഉപമയായിട്ട് ഇവിടെ ഇരിക്കേണ്ടി വരും. Deceitfulness of the riches, cares of the world, and Luke, pleasures of the life, and Mark ഒരു കാര്യം ആഡ് ചെയ്തു, ഡിസൈർസ് ഓഫ് അതർ തിങ്സ്. അപ്പം ഈ കാര്യങ്ങൾ ഇനി നമ്മൾ നല്ല നിലത്ത് വീണതിന് പഠിക്കുമ്പോൾ ഈ നെഗറ്റീവ് എല്ലാം അവോയ്ഡ് ചെയ്ത് അതിൽ പോസിറ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ നിത്യതയിൽ എത്തിപ്പെടും. കാരണം ഇതൊരു ബേസിക് ഉപമയാണ്, നമ്മളത് ആക്ഷരികമായിട്ട് സ്വീകരിച്ചേ പറ്റും. അപ്പം നമുക്ക് വേരുണ്ടായിരിക്കണം. വേര് ക്രിസ്തുവിൽ. കർത്താവ് പറഞ്ഞു പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുക എന്ന് പറഞ്ഞാൽ എൻ്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട്. അപ്പം അടിസ്ഥാനം വേരെന്ന് പറയുന്നത് ക്രിസ്തുവും ക്രിസ്തുവിന്റെ വചനവുമാണ്. അത് പൗലോസ് എഫേഷ്യൻ എൽഡേഴ്സിനോട് ഗുഡ് ബൈ പറഞ്ഞപ്പോൾ, ഞാൻ പോവാണ്, കൊടിയ ചെന്നായ്ക്കൾ വരും, പക്ഷെ നമ്മൾ കണ്ടുമുട്ടണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. മീൻസ് ഇത്തിരി പാരാഫ്രൈസ് ചെയ്യാൻ പറയാം. കണ്ടുമുട്ടണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ? പെട്ടെന്ന് പറയണേ, കാരണം ഇത് ബേസിക് ഉപമ എല്ലാവരും അറിഞ്ഞു പറ്റും. കണ്ടുമുട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എഫേഷ്യൻ എൽഡേഴ്സിനോട് പറഞ്ഞു. എന്താ ജിനി പറ, പറഞ്ഞേ പറ്റൂ, ഇതറിഞ്ഞല്ലേ പറ്റൂ, അല്ലേ റജി? അറിയണ്ടേ? 2032 മാക്സ്. ഇതിനകത്തുള്ള ഈ ബേസിക് കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞേ പറ്റൂ. കാരണം ബേസിക് സിംബോളിക് റെപ്രസെന്റേറ്റീവ് പാരബിൾ ആണ്. 20 വിശദീകരിക്കപ്പെട്ട എല്ലാവരുടെ ഇടയിൽ നിങ്ങൾക്കുള്ള അവകാശം നൽകാനും കഴിവുള്ള ദൈവത്തിനും അവന്റെ കൃപാവചനത്തിനും ഞാൻ ഇപ്പോൾ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. അതെ, ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനും നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. എന്തിനു വേണ്ടിയാ? കണ്ടുമുട്ടണമെങ്കിൽ നിത്യതയിൽ. സെയിം വേർഡ് അങ്ങനെയായിരുന്നു വായിച്ചിറക്കിയെന്നുള്ള വായിച്ചു. നിങ്ങളെ പുഷ്ടിപ്പെടുത്താനും വിശുദ്ധീകരിക്കപ്പെട്ട എല്ലാവരുടെ ഇടയിൽ നിങ്ങൾക്ക് അവകാശം നൽകാൻ കഴിവുള്ള. അതെ, വിശുദ്ധീകരിക്കപ്പെട്ട എല്ലാവരുടെ ഇടയിൽ അവകാശം കിട്ടിയാലേ നമ്മൾ അവിടെ ചെല്ലും. അതിന് നിങ്ങൾ ഒരു കാര്യത്തിന് ഫലമേൽപ്പിക്കുക, ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ വേരൂന്നുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനും നമ്മളെ കമ്മിറ്റ് ചെയ്തേ പറ്റൂ. ദെൻ മുള്ളിനിടയിൽ വീണ് നമ്മൾ കണ്ടു, ഒന്ന് ഡിസീറ്റ്ഫുൾനെസ് ഓഫ് ദി റിച്ചസ്. പോള് പറഞ്ഞു എല്ലാ പ്രശ്നത്തിനും പരിഹാരം റിച്ചസ് ആണ്, ദ്രവ്യാഗ്രഹമാണ്. അപ്പൊ അത് ഡിസീറ്റ്ഫുള്ളാണ്. കാരണം അത് ഡിസീറ്റ്ഫുൾ എന്ന് പറഞ്ഞേക്കുന്നത് നല്ല ലോജിക്കൽ റീസണില്ല. അത് സോക്രട്ടീസും പ്ലേറ്റോയും ഒക്കെ അവർ വേറെ ഫോമിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് നിങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുപോകാനും പറ്റില്ല. ദെൻ വൈ യു ആർ സ്ട്രഗ്ലിങ് ഇൻ യുവർ ലൈഫ്? ചിന്തിച്ചു നോക്ക്. നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോയില്ല, പക്ഷെ മനുഷ്യൻ എന്തിനു വേണ്ടി കിടന്ന് ഈ കഷ്ടപ്പെടുന്നതെന്ന് ആലോചിച്ച്. എല്ലാം പൈസ ഉണ്ടാക്കാൻ വേണ്ടി. പൈസ ഉണ്ടാക്കി എന്താ? ഡിസീറ്റ്ഫുൾനെസ് ഓഫ് ദി റിച്ചസ്. മാക്സിമം എന്താ ചെയ്യുന്നത്? ഇപ്പൊ അംബാനിയും 3 നേരം ഭക്ഷണം കഴിക്കും, ഒരു റൂമിൽ കിടന്ന് ഉറങ്ങും. അതിന്റെ 1,00,000-1 വരുമാനം ഇല്ലാത്തവർ ഈ കാര്യങ്ങൾ ഈ അംബാനി ചെയ്യുന്ന സ്റ്റാൻഡേർഡിൽ ചെയ്യുന്നുണ്ട്, ഇല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുന്നതിൽ കൂടുതലായിട്ട് അംബാനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? ഇനിയിപ്പോ ഇവിടെ ക്ലാഡ്സിന് എയർ കണ്ടീഷൻ റൂമിലാണ് കിടക്കുന്നത്, അതിൽ കൂടുതലായിട്ട് അംബാനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? സോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ട. നമ്മൾ പണത്തിന് വേണ്ടിയും
അതായത് ഈ ലോകത്തിലേക്കൊന്നും, അതാണ് ഡിസീറ്റ്ഫുൾനെസ് ഓഫ് ദി റിച്ചസ്. ആൾക്കാർ വിചാരിക്കുന്നത് ഇതുകൊണ്ട് ഇല്ലേ, പറയാറില്ലേ പണത്തിന് മുകളിൽ പരുന്ത് പറക്കില്ല എന്നും ഇല്ലേ പറയാറില്ലേ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് മനുഷ്യൻ എന്തും ചെയ്യും. അതായത് മനുഷ്യന്റെ ഉറങ്ങാതിരിക്കും, സ്വസ്ഥത കളയും, ആരോഗ്യം കേടാക്കും, അതായത് അമിതമായിട്ട് അധ്വാനിക്കും, ശരീരത്തിന് കൊടുക്കേണ്ട വിശ്രമം കൊടുക്കത്തില്ല. ഇതെല്ലാം ചെയ്ത് പിന്നെ ആൾക്കാർ പറയാറുണ്ട് യൗവനത്തിൽ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കും, അത് ആ യൗവനം കഴിയുമ്പോൾ അത് ചികിത്സയ്ക്കായിട്ട് ചെലവഴിക്കും. കാരണം ഇതൊക്കെ ഭയങ്കര ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല. ഒരു ഫൂളിഷ്നസ് എഴുതിയേക്കുന്ന ഒരു ബുക്ക് അല്ല ബൈബിൾ. ഇറ്റ്സ് ലോജിക്കലി, ഇന്റലക്ച്വലി എല്ലാ രീതിയിലും കോമ്പറ്റീറ്റീവാണ്. അപ്പൊ ഇതില് ഡിസീറ്റ്ഫുൾനെസ് ഓഫ് ദി റിച്ചസ് നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ദെൻ കെയർസ് ഓഫ് ദി വേൾഡ് എന്ന് ആലോചിച്ചു നോക്കാം. കെയർസ് ഇതാ, എന്ത് തിന്നും, എന്തുടുക്കും, എൻ്റെ പിള്ളേർക്ക് എന്താവും, ഭാവിയെ കുറിച്ച് എന്താവും. അറ്റ് ദി സെയിം ടൈം നമ്മൾ പറയും നമ്മുടെ വിശ്വാസികളുടെ പിതാവ് അബ്രാഹമാണ്. അബ്രാഹം എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ബന്ധക്കാരും സ്വന്തക്കാരും എല്ലാ റിസോഴ്സും ഉള്ള സ്ഥലത്തു നിന്ന് ഇതെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങാൻ പറഞ്ഞു. അബ്രാഹം എങ്ങോട്ടേക്കെന്ന് അറിയാതെ ഇറങ്ങി പുറപ്പെട്ടു. നമുക്ക് അങ്ങനെ ഒരു സ്റ്റേബിൾ മൈൻഡ് ഉണ്ട്. അറിയില്ല നാളെ എന്താണെന്ന് അറിയില്ല, പക്ഷെ നാളെ കുറിച്ച് ഒരു വറിയില്ല. കാരണം ഈ നാളത്തെ കാര്യം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നതുകൊണ്ട് അബ്സല്യൂട്ട്ലി നോ വറീസ്. കാരണം അബ്രാഹത്തിന് എവിടേക്കെന്ന് അറിയില്ലായിരുന്നു, പക്ഷെ പോകാൻ പറഞ്ഞവൻ ആരെന്ന് നമുക്ക് ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടോ. ഇല്ലെങ്കിൽ നമ്മൾ കെയർസ് ഓഫ് ദിസ് വേൾഡാ. ഇനി എന്ന് മരിച്ചു പോകും, ഇനി ഹാർട്ട് അറ്റാക്ക് പിടിച്ച് മരിക്കുമോ, അൺടൈംലി ഡെത്ത് വരുമോ, പിള്ളേർക്ക് ആരോ ഉള്ളത്, നമുക്ക് നമ്മളെ അനാഥരായിട്ട് വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ജോൺ 14:18 വായിക്കാം. നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല. മതി, നിങ്ങളെ ഞാൻ അനാഥരായിട്ട് വിടുകയില്ല എന്ന് പറഞ്ഞ ആള് വാക്ക് പറഞ്ഞ് മാറ്റുന്ന ആളല്ല, വഞ്ചിക്കുന്ന ആളല്ല. അല്ലെങ്കിൽ ഐ വിൽ നെവർ ലീവ് യു ആസ് ഓർഫൻസ്. അതായത് ഓർഫൻ എന്ന് പറഞ്ഞാൽ നോക്കാൻ ആരുമില്ല, കെയർ ചെയ്യാൻ ആരുമില്ല. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടില്ല എന്ന് പറഞ്ഞേക്കുന്ന ഒരാള് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കർത്താവാണ്. ആ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അൺസർട്ടനിറ്റി ഇല്ല. ഈ ദാനിയേല് ഈ ബെൽഷസറിനോട് പറയുന്ന ഒരു വേർഡ് ഞാൻ ഇന്നലെ ഇങ്ങനെ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത്, അതുകൊണ്ട് വായിക്കാം. ദാനിയേൽ 5:22 ഒന്ന് വായിക്കും, മലയാളം വായിക്കും. അങ്ങ് ഈ നില തുടർന്നു. അങ്ങ് അയാളുടെ പുത്രനായ ബേൽഷസർ ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ട്. നമ്മുടെ കേസ് ഇതുപോലെ കേട്ടോ, ബെൽഷസറിന്റെ കേസ് പോലെ, നെബൂഖദ്നേസറിന്റെ കേസ് പോലെ അല്ല നമ്മുടെ കേസ്. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഇപ്പം മറ്റ് പല ചർച്ചസിലും നമുക്കറിയാം, ഇപ്പം വി ആർ നോട്ട് ജഡ്ജിങ് എനിബഡി. അറ്റ് ദി സെയിം ടൈം പലരും അതിന് വാല്യൂ കൊടുക്കുന്നില്ല. അല്ലാതെ ദൈവവചനം അറിയാൻ വയ്യാഞ്ഞിട്ടോ പഠിപ്പിക്കാൻ കഴിവില്ലാഞ്ഞിട്ടോ പഠിപ്പിക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല. നോബഡി ഈസ് ഗിവിംഗ് ഡ്യൂ റെസ്പെക്ട് ആൻഡ് വാല്യൂ ടു ദി വേർഡ് ഓഫ് ദി ലോർഡ്. സോ നമ്മൾ ബെൽഷസറാ, നോട്ട് നെബൂഖദ്നേസർ. വായിച്ചോ. അങ്ങ് അയാളുടെ പുത്രനായ ബേൽഷസർ ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും. നമ്മളെല്ലാം അറിയുന്നവരാ, ഇനി അറിയാൻ വയ്യാത്തതിന്റെ ഒരു എക്സ്ക്യൂസും ഇല്ല. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും വിനീത ഹൃദയനായില്ല. പ്രത്യുത അങ്ങ് സ്വർഗസ്ഥനായ കർത്താവിനെതിരെ സ്വരമുയർത്തി. ആ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട് ശ്രദ്ധിക്കാനായിട്ട് ദൈവത്തിനെതിരെ സ്വരമുയർത്തി. അവന്റെ ആലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന് അങ്ങയുടെ മുമ്പാകെ അങ്ങും അങ്ങയുടെ പ്രഭുക്കന്മാരും അങ്ങയുടെ ഭാര്യമാരും അങ്ങയുടെ ഉപഭാര്യമാരും അവയിൽ നിന്ന് വീഞ്ഞു കുടിച്ചു. സ്വർണം, വെള്ളി, ഓട്, ഇരുമ്പ്, തടി, കല്ല് എന്നുകൊണ്ടുള്ള ദേവന്മാരെ കാണാനോ കേൾക്കാനോ അറിയാനോ കഴിവില്ലാത്തവയെ അങ്ങ് സ്തുതിച്ചു. അങ്ങയുടെ പ്രാണനും അങ്ങയുടെ സർവ്വമാർഗങ്ങളും നിയന്ത്രിക്കുന്ന ദൈവത്തെ ആകട്ടെ അങ്ങ് വണങ്ങിയതും. ദൈവത്തിന്റെ ഒരു ആട്രിബ്യൂട്ട് പറഞ്ഞേക്കുന്നത് അങ്ങയുടെ പ്രാണനും അങ്ങയുടെ സർവ മാർഗങ്ങളും നിയന്ത്രിക്കുന്നു. നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ജോലി, നമ്മുടെ നടപ്പ്, കിടപ്പ്, രോഗങ്ങള്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പിള്ളേരാണ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവനും മാർഗങ്ങളും നിയന്ത്രിക്കുന്ന ദൈവം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇതിന് there is a master control. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഫോർവേഴ്സ് 20 ലാസ്റ്റ് പാട്ട് വായിച്ചാൽ മതി. ഗോഡിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. God who holds your breath in his hand and owns all your ways. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. And God who holds your breath
in his hand and owns all our ways. നമ്മൾ വിചാരിക്കുന്ന എല്ലാം ബൈ ചാൻസ് ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ അത് ചെയ്തുകൊണ്ട് ഇത് സംഭവിച്ചു, ഇത് ചെയ്തുകൊണ്ട് ഇത് സംഭവിച്ചു. നോ, നമ്മുടെ ശ്വാസം ദൈവം കൺട്രോൾ ചെയ്യുന്നത്, മീൻസ് ജീവൻ. പിന്നെ he owns all our ways. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഇതൊന്നും ദൈവം അറിയുന്നില്ല എന്ന്. നോ. ഈ ജെറമ്യ 10:23 വായിക്കുമ്പോൾ മലയാളത്തില്, കർത്താവേ, മനുഷ്യന്റെ വ്യാപാരങ്ങൾ അയാളുടെ സ്വാധീനത്തിലല്ലെന്നും മനുഷ്യന്റെ കാലടികളെ നയിക്കുന്നത് അയാൾ അല്ലെന്നും ഞാൻ അറിയുന്നു. മനുഷ്യന്റെ കാര്യങ്ങൾ മനുഷ്യന്റെ കൺട്രോളിലല്ല. എന്നിട്ട് വായിച്ചിറങ്ങിയ കർത്താവേ, മനുഷ്യന്റെ വ്യാപാരങ്ങൾ അയാളുടെ സ്വാധീനത്തിലല്ലെന്നും. അറിയേണ്ട ഒരു കാര്യം, മനുഷ്യന്റെ വ്യാപാരങ്ങൾ നമ്മുടെ സ്വാധീനത്തിലൊന്നും അല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, സ്വാധീനത്തിലല്ലെന്നും മനുഷ്യന്റെ കാലടികളെ നയിക്കുന്നത് അയാളല്ലെന്നും ഞാൻ അറിയുന്നു. ഇതെല്ലാവർക്കും അറിയാമോ? നോ. മനുഷ്യന്റെ കാലടികളെ നിയന്ത്രിക്കുന്ന നമ്മൾ നിയന്ത്രിക്കുന്ന പോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല പോകുന്നത്. മനുഷ്യ ഹൃദയത്തിലെ പദ്ധതികൾ പലതാണ്. ഈ Proverbs 16:9 വായിക്കുമ്പോൾ ഒന്ന് വായിക്കാം. മനുഷ്യന്റെ മനസ്സ് അയാളുടെ മാർഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. അതെ, നമ്മളിങ്ങനെ പല പരിപാടികളും ഇങ്ങനെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇപ്പൊ വീട് മേടിക്കുന്ന കാര്യം, ആ കാര്യം, ജോലിയുടെ കാര്യം, വണ്ടി മേടിക്കുന്ന കാര്യങ്ങള്, മനുഷ്യന്റെ മനസ്സ് പല കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഓക്കെ, കർത്താവട്ടെ അയാളുടെ കാലടികളെ നയിക്കുന്നു. അതെ, നമ്മളിങ്ങനെ ആസൂത്രണം ചെയ്യുന്നുണ്ട് പലതും. പലപ്പോഴും ഇത് കർത്താവിനോട് ചോദിച്ചിട്ടോ അല്ലെ കർത്താവെ നയിക്കണമേ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ ആദ്യം സ്കീം ഇട്ട് കഴിഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നടത്തി തരണേ, അങ്ങനെയല്ലേ മോസ്റ്റ്ലി. നോ, ഇറ്റ്സ് നോട്ട് റൈറ്റ്. നമ്മൾ ദൈവത്തോട് മനുഷ്യൻ പലതും ആസൂത്രണം ചെയ്യുന്നു. കർത്താവാട്ടെ അത് കർത്താവിന്റെ ഇഷ്ടം പോലെ കൊണ്ടു നടക്കുന്നത്. ദെൻ Proverbs 20:24 വെച്ച്, മനുഷ്യന്റെ ചുവടുവയ്പ്പുകൾ കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നു, പിന്നെ എങ്ങനെയാണ് മനുഷ്യനെ തന്റെ വഴി മനസ്സിലാക്കാൻ കഴിയുക? അതെ, മനുഷ്യന്റെ ചുവടുവയ്പ്പുകൾ നമ്മളത് അറിയുന്നില്ല, കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നു. പക്ഷെ എങ്ങനെയാണ് മനുഷ്യൻ നമ്മുടെ വഴി? അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്തും നമ്മൾ ചെന്ന് പെടാറില്ലേ? കർത്താവ് ക്രമീകരിച്ച് കൊണ്ടുപോകുന്ന അങ്ങോട്ട്. നമ്മൾ ചിലപ്പം ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ 99% അധ്വാനം, പക്ഷെ ചെന്ന് പെടുന്നത് ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലത്തായിരിക്കും, ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും. അപ്പൊ ഇതില് Mark 4 ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. 4:19 ഇംഗ്ലീഷ് വായിക്കുമ്പോൾ, ആൻഡ് ദി കേഴ്സ് ഓഫ് ദിസ് വേൾഡ്, നമുക്ക് അപ്പൊ നമ്മളിത് പഠിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഈ കേഴ്സ് ഓഫ് ദിസ് വേൾഡ് വന്ന ഫലം പുറപ്പെടുവിക്കത്തില്ല. മീൻസ് ഒരു കാര്യം കൂടി ഇതിനകത്ത് ഓർക്കണം, ഈ പാറപ്പുറത്ത് വീണ വിത്ത്, മുള്ളിനിടയിൽ വീണ വിത്ത്, ഇതൊന്നും ഫലം പുറപ്പെടുവിച്ചതല്ല, ഇതൊക്കെ പൊട്ടിമുളച്ചതാ. അപ്പൊ പൊട്ടിമുളച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഒരു എന്താ പറയുക, ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ വേണ്ടി പറയാം. പാറപ്പുറത്ത് വീണ വിത്തും മുള്ളിനിടയിൽ വീണ വിത്തും നല്ല നിലത്ത് വീണ വിത്തും ടിൽ എ ടൈം ഓൾ ആർ സെയിം. മൈ കറക്റ്റ്? നമ്മൾ വായിക്കുന്നത് പാറപ്പുറത്ത് വീണത് ഇത് ടൈം ഓഫ് ടെംപ്റ്റേഷൻ വരെ അവൻ സ്ട്രോങ് ആണ്. മുള്ളിനിടയിൽ വീണത് ഇങ്ങനെ ഞെരുങ്ങി നിൽക്കുന്നുണ്ട്, അവൻ ചത്തിട്ടില്ല, പക്ഷെ ഒരു ഫലവും ഇല്ല. കർത്താവ് പറഞ്ഞു ഫലം കായ്ക്കാൻ ലേറ്റർ വെട്ടിക്കളയാനുള്ള സാധനം, അല്ല അങ്ങോട്ട് അറപ്പുരയിൽ കളപ്പുരയിൽ ശേഖരിക്കാനുള്ളതല്ല. അപ്പൊ ഓൾ ദി ത്രീ ആർ സെയിം, വിസിബിളി സെയിം, ലുക്ക് ടു ബി സെയിം. അപ്പൊ ഇതില് ഈ മർക്കോസ് പറഞ്ഞേക്കുവാണ്, അല്ല ഇതിനകത്ത് ഒരു കാര്യം കൂടെ അറിയാവുന്ന സ്ഥലങ്ങളാണ്. 10 കന്യകമാരുടെ ഉപമ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? 10 പേരും വിളക്ക് കയ്യിലുണ്ട്, കത്തുന്ന വിളക്കാണ്, മണവാളിനെ കാത്തിരിക്കുക. ടിൽ എ ടൈം എന്ന് പറയുന്ന അറിയില്ല. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഈ 10 പേരും തമ്മിൽ? ഇല്ല. ദെൻ വാട്ട് വാസ് ദി ഡിഫറൻസ്? അല്ല, എണ്ണയില്ലായിരുന്നു, അവർക്ക് എണ്ണ ഉണ്ടായിരുന്നില്ല. ആരും പറഞ്ഞു എണ്ണയില്ലായിരുന്നു. അല്ല അല്ലെന്ന് അല്ല, നോക്ക് ഇതിനകത്ത് നീ പറഞ്ഞാല് they were not having enough perseverance. അതായത് ഇവര് നോക്ക് 10 പേരും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല. ഉണ്ടോ? ഇല്ല. 10 പേരും മണവാളിനെ തന്നെ കാത്തിരുന്നു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ എറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ ഒന്നും ബൈബിളിലുള്ള സാധനങ്ങളല്ല. പാറപ്പുറത്ത് വീണ വിത്തിന്റെ അവസ്ഥയിൽ ആകാം, നമ്മള് മുള്ളിനിടയിൽ വീണ വിത്തിന്റെ അവസ്ഥയിലാകാം. ഈ 10 കന്യകമാര് നല്ല സ്ട്രോങ് ആയിരുന്നു, ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. പക്ഷെ ഇതിങ്ങനെ മാരത്തോൺ റേസ് പോലെ ഇങ്ങനെ
ഫിൽറ്റേഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുക ഓരോ സ്റ്റേജിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. പൗലോസ് അങ്ങനെയല്ലേ പറഞ്ഞു, മാരത്തോൺ റേസ് പോലെയാ അല്ലേ? ഓടുന്നവർ ഒത്തിരി പേരുണ്ട്. ഓടി അവസാനം 1000 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ 10 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് പേരെ കാണത്തുള്ളൂ. സെയിം വേ, if we do not have the perseverance, strength, energy, unselfish love, അല്ലെങ്കിൽ undistracted devotion ഇല്ലെങ്കിൽ, കാരണം ഈ 4:19 എന്ന് വായിക്കും മാർക്കോസ്, ഇംഗ്ലീഷ് വായിച്ചാല് അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഡിസയർ ഫോർ അതർ തിങ്സ്. എന്താ ഉണ്ടായിരിക്കേണ്ടത്? only one desire for other things. വളരെ നല്ലൊരു സ്ട്രോങ് മെസ്സേജാണ്. ആഗ്രഹിക്കുന്ന, നല്ല ദൈവം വിഭാവനം ചെയ്തേക്കുന്ന ഡിസയർ ഫോർ അതർ തിങ്സ്. യു ഷുഡ് നോട്ട് ഹാവ് ഡിസയർ ഫോർ അതർ തിങ്സ്, only one desire. പറയുന്നത് ഐ ആം ലിവിങ് വിത്ത് only one desire, only one ambition. So if you have desire for other things, ഒരു വ്യത്യാസമില്ല 10 പേരും തമ്മിൽ. ഉണ്ടോ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? Absolutely same. But the desire for the Lord. Psalm 73:25 വായിക്കുമ്പോൾ സ്വർഗത്തിൽ എനിക്ക് നീ അല്ലാതെ മറ്റാരുണ്ട്, ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ കൊതിക്കുന്നില്ല. അതെ, ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. Whom have I in heaven but thee? And there is none upon earth that I desire besides thee. Desire for other things, but this man having, desire. And there is none upon earth that I desire besides thee. See, are you like that? There is no desire but the desire to have him. That pearl, precious pearl, costly pearl, ready to sell everything to possess it. So I do not have any desire other than to have the Lord in our life. അപ്പം മർക്കോസ് പറഞ്ഞേക്കുന്നത്, അപ്പം നമ്മൾ മുള്ളിനിടയിലാണോ എന്ന് റെജി പറഞ്ഞു, നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ക്രിസ്ത്യൻ കമ്മിറ്റ്മെന്റ് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ ജീവിതം എടുത്ത് നോക്ക്. ഡു വി ഹാവ് എനി അതർ ഡിസയർ? മുള്ളിനിടയില എത്തില്ല. നോ ഫ്രൂട്ട് ഉണ്ടാകത്തില്ല. ഫ്രൂട്ട് എന്ന് പറയുന്നത് മാങ്ങയും വെള്ളരിക്കയും ആപ്പിളും ഒന്നും അല്ല. ക്രിസ്ത്യൻ ഫ്രൂട്ട്സ്. ഇഫ് യു ആർ ഗോയിങ് ടു ഫിലിപ്പീൻസ് 1 ഫിലിപ്പിലേന് 1:10 വായിക്കും. 1:10. അങ്ങനെ ഉത്തമമായത് തിരഞ്ഞെടുക്കാനും ക്രിസ്തുവിന്റെ ദിനത്തിൽ നിർമ്മലരും നിഷ്കളങ്കരുമായിരിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ. ദൈവത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനും വേണ്ടി യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന വിശുദ്ധീകരണത്തിന്റെ ഫലങ്ങൾ അന്ന് നിങ്ങളിൽ നിറയട്ടെ. That you may approve the things which are excellent, that you may be sincere and without offense till the day of Christ, being filled with the fruits of righteousness. Filled with the fruits of righteousness. Which are by Jesus Christ. Yeah. Which are by Jesus. The fruits of righteousness which are by Jesus Christ. അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഓഫ് റൈറ്റിയസ്നെസ് കർത്താവിൽ നിന്ന് വരുന്നല്ല, വേറെ ഒരു സോഴ്സിൽ നിന്ന് വരുന്നത്. ദി ഫ്രൂട്ട്സ് ഓഫ് റൈറ്റിയസ്നെസ് വിച്ച് ആർ ഫ്രം ഓർ വിച്ച് ആർ ബൈ ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ മർക്കോസ്, അപ്പം നമ്മൾ എവിടെയാന്ന് നമുക്ക് തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മുള്ളിനിടയിൽ വീണ വിത്തും പാറപ്പുറത്ത് വീണ വിത്തും നല്ല നിലത്ത് വീണ വിത്തും എല്ലാം ലുക്ഡ് അലൈക്ക് ആണ് ടിൽ എ ടൈം. ദ ഡിഫറൻസ് ഈസ് പെർസിവറൻസ്. അപ്പോൾ ഇത് എവിടെയാണെന്നുള്ളത് നമ്മൾ ക്രിസ്തു വേരൂന്നിയിട്ടുണ്ടോ, ക്രിസ്തുവിന്റെ വചനത്തിൽ വേരൂന്നുക എന്ന് പറഞ്ഞ് ബൈബിളിൽ കാര്യങ്ങൾ അറിയുന്നല്ല. വാട്ട് എവർ വേർഡ് വി ലേൺ സോ ഫാർ, അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് അതിൽ വസിക്കുന്നു പറയാൻ പറ്റത്തുള്ളൂ. ആം ഐ കറക്റ്റ്? നമ്മൾ അറിഞ്ഞ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ, അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വേ ദി ലോർഡ് ഈസ് ഗോയിങ്.
ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം നമുക്ക് നല്ലൊരു കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഒരു സാറിൻ്റെ കയ്യിലേക്ക് ബൈബിൾ കൊടുത്തിട്ട് നല്ലപോലെ ഇത് പഠിപ്പിക്കാൻ പറഞ്ഞാൽ നല്ല നമ്മൾ പഠിപ്പിക്കുന്നതൊക്കെ നന്നായിട്ട് ഈസി ആയിട്ട് പഠിപ്പിക്കും. ബട്ട് ഒരു കെമിസ്ട്രി പഠിപ്പിക്കുന്ന സാറ് ഹി മേ ബി എ ഡ്രങ്കാർഡ് അല്ലേ, ഒരു സ്വഭാവശുദ്ധി ഉണ്ടായിക്കൊള്ളുന്നില്ല. സെയിം വേ ബൈബിൾ പഠിപ്പിക്കാൻ പറ്റും ഇതിനകത്തുള്ള. പക്ഷെ ഡിഫറൻസ് ഉണ്ടായിരിക്കേണ്ടത് എസ്ര എങ്ങനെയായിരുന്നു? എസ്ര പഠിക്കാനും പഠിപ്പിക്കാനും അല്ല, ഓർഡർ തെറ്റി. പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് വാട്ട് ഈസ് ഗോയിങ് ഓൺ. കാരണം ഓർഡർ അറിയാതെ സ്പോണ്ടേനിയസ് വരുന്നത് ഈ ലോകത്തിലെ കൾച്ചറാണ്. ഐ നോട്ട് ബ്ലെയിമിങ് യു. പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള സാധനം അല്ല ഇത്. ദി ഗ്രേറ്റ് ഓൾഡ് ടെസ്റ്റമെന്റ് ടീച്ചർ ഓഫ് ദി സ്ക്രിപ്ചർ ഈസ് എസ്ര. ന്യൂ ടെസ്റ്റമെന്റ് കർത്താവ്, അപ്പസ്തോലന്മാര്. ദി ഓർഡർ ഈസ് എസ്ര 7:10 ആണെന്ന് വെച്ചേക്കും. പഠിക്കാനും പഠിപ്പിക്കാനും അറിയാതെ നമ്മൾ പറഞ്ഞു നോക്കി. ഇറ്റ് ഈസ് ട്രൂ. ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ്. 7:10. കർത്താവിന്റെ നിയമം പഠിക്കാനും പ്രാവർത്തികമാക്കാനും ഇസ്രയേലിൽ അവരുടെ ചട്ടങ്ങളും അനുശാസനങ്ങളും പഠിപ്പിക്കാനും എസ്ര സ്വഹൃദയ സമർപ്പിച്ചു. അതെ, ഇങ്ങനെ ഇതാണ് വാട്ട് ഈസ് വി നീഡ്. പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, പഠിപ്പിക്കുക. അല്ലെങ്കിൽ പഠിപ്പിക്കരുത്. പഠിക്കുക, ഇറ്റ് മേ ടേക്ക് ടൈം. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്ത കാര്യം ഒരിക്കലും പഠിപ്പിക്കില്ല എന്നുള്ളൊരു പ്രമാണം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഇതിനകത്ത് എല്ലാം തികഞ്ഞവരല്ല. നോ, അറ്റ്ലീസ്റ്റ് ഒരു സാമാന്യ മര്യാദയാണ്. നമ്മൾ പ്രാവർത്തിയാക്കാത്ത കാര്യം ജീവിതത്തിൽ പഠിപ്പിക്കരുത്. കർത്താവിൻ്റെ ജീവിതം എടുക്കുമ്പോൾ Acts 1:1 ആണ്. പെട്ടെന്ന് തെയോഫിലോസേ, യേശു താൻ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയ ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട നാൾ വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഓർഡർ. പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. കർത്താവ് പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തേ, അല്ലെങ്കിൽ അത് പഠിപ്പിക്കരുത്. ആ ഒരു സാമാന്യ മര്യാദ എല്ലാവരും കാത്തു സൂക്ഷിച്ചിരുന്നെങ്കിൽ കർത്താവിന്റെ നാമം മഹത്വപ്പെട്ടു. കർത്താവ് പ്രവർത്തിച്ചു, പഠിപ്പിച്ചു. ഗോയിങ് ടു ആക്സ് അല്ല, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി റിട്ടൺ ഇൻ മാർക്ക് 6 എന്ന് വായിക്കാം. 6:30 പിന്നെ അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു. മറ്റൊരു വായിച്ചു. ഓർഡർ ചെയ്തതും മറ്റേ അത് വായിക്കാം. മറ്റേ വചനത്തിൽ തന്നെ വായിച്ചു. ആരെങ്കിലും അതെ, ഡൺ ടോട്ട്, ചെയ്തത് പഠിപ്പിച്ചത്. അപ്പോസ്തലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും. അതെ, ഈ ഒരു ഓർഡർ ഇത് ബൈബിളിലെ ഓർഡറാണ്. ചെയ്തത് പഠിപ്പിച്ചത്, കർത്താവ് ചെയ്തത് പഠിപ്പിച്ചത്, എസ്ര പഠിച്ച് പ്രാവർത്തികമാക്കി പഠിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ അപ്പൊ ഇനി എഗെയിൻ കമ്മിങ് ബാക്ക് ടു ഇത് ആൻഡ് ഡിസയർ ഫോർ തിങ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ മുള്ളിലല്ല നിൽക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. എങ്ങനെ നമ്മളിപ്പോ മോസ്റ്റ്ലി ആൾക്കാര്, കാരണം ക്രിസ്തുവിൽ വേര് ഊന്നിയിട്ടുണ്ടോ? ക്രിസ്തുവിൽ വേര് ഊന്നിയിട്ടുണ്ടോ? ക്രിസ്തുവിൽ വേര് ഊന്നിയിരിക്കുന്നത് പറഞ്ഞേക്കുന്നത് അത് ഡിഫൈൻ ചെയ്തേക്കുന്ന ക്രിസ്തുവിൽ വേര് ഊന്നിയിരിക്കുന്നത്. കൊളോഷ്യൻസിൽ പറഞ്ഞിരിക്കുന്ന വേര് ഊന്നണം. ക്രിസ്തു യേശുവിനെ കർത്താവായി സ്വീകരിച്ച് നിങ്ങൾ അവനിൽ വേര് ഊന്നുകയും അവനിൽ. കൊളോഷ്യൻസിൽ പറഞ്ഞിരിക്കുന്ന വേര് ഊന്നണം. ക്രിസ്തു യേശുവിനെ കർത്താവായി സ്വീകരിച്ച് നിങ്ങൾ അവനിൽ വേര് ഊന്നുകയും അവനിൽ വളരുക, അവനിൽ നടക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഡിഫൈൻ ചെയ്തേക്കുന്നവർ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത്. അത് ഡിഫൈൻ ചെയ്തേക്കുന്നു പറയാം. ഇവിടെ എന്ത് ചെയ്യാം? പത്രോസ് പറഞ്ഞിട്ടില്ല അല്ലെ? എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ഈ ഫിലിപ്പിയ ലേഖനം 2:15-16 വായിക്കുക. അവിടെയാണ് എങ്ങനെയാ വേരൂന്നുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വക്രതയും കാപട്യവും നിറഞ്ഞ ഈ തലമുറയിൽ നിങ്ങൾ നിഷ്കളങ്കരും നിഷ്കപടരുമായി കുറ്റമറ്റ ദൈവമക്കളായിത്തീരുക. അങ്ങനെ ഈ തലമുറയിൽ ലോകത്തിൽ നിങ്ങൾ ദീപങ്ങളായി പ്രശോഭിക്കുന്നവരും നിഷ്കപടരുമായി കുറ്റമറ്റ ദൈവമക്കളായിത്തീരുക. അങ്ങനെ ഈ തലമുറയിൽ ലോകത്തിൽ നിങ്ങൾ
ദീപങ്ങളായി പ്രശോഭിക്കുക. ജീവന്റെ വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. അങ്ങനെ എന്റെ ഓട്ടവും പ്രയത്നങ്ങളും വ്യർത്ഥമായില്ല എന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ അഭിമാനിക്കാൻ എനിക്ക് ഇടവരട്ടെ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഓപ്പൺ ടു ഓൾ. പൗലോസ് പ്രവർത്തിച്ച ഫിലിപ്പിയ സഭ ഉണ്ടായത് സ്റ്റാർട്ടിങ് എവിടെയാ? സംഭവം ഓർക്കുന്നുണ്ടല്ലോ, എവിടെയാ ഫിലിപ്പിയ സഭ ഉണ്ടായത്? എവിടെ സ്ഥലം ഓർക്കുന്നില്ല സംഭവം? ന്യൂ ടെസ്റ്റമെന്റിലെ കാര്യം. അടി കൊണ്ടിട്ട് ജയിലർ ഫിലിപ്പീനിലോട്ട് അല്ല, നോക്ക്, ഇത് ലുദിയായുടെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുഴ തീരത്ത് അവിടെ നിന്നാ ഫിലിപ്പിയ സഭയുടെ പട്ടുവിൽപ്പനക്കാരി. പോൾ ഫൗണ്ട് ചെയ്ത ചർച്ച, പോൾ പാടുപെട്ട് ജീവൻ ത്യജിച്ചെന്ന് പറഞ്ഞ പോലെ ഫൗണ്ട് ചെയ്തതാ. പോള് പറയാണ് ക്രിസ്തുവിന്റെ ദിനം 2:16 ഫിലിപ്പിയ ലേഖനം അവരോട് തന്നെ വിശ്വാസികൾ എന്ത് ചെയ്യണം? 2:16 ഫിലിപ്പിയ ലേഖനം അവരോട് തന്നെ എഴുതണം. നോക്ക്, ലുദിയ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുക. അങ്ങനെ എന്റെ ഓട്ടവും നിങ്ങൾ വ്യർത്ഥമായില്ല എന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ അവമാനിക്കുക. അപ്പൊ ജീവന്റെ വചനം അല്ല, എന്റെ ചോദ്യം, ഈ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കാതെ ജീവിക്കുന്ന കൂട്ടങ്ങളാ ലോകത്തിൽ മുഴുവൻ. ഇപ്പൊ ഇത് 21st century, ജസ്റ്റ് ബിഫോർ ദി റിട്ടേൺ ഓഫ് ദി ലോർഡ്. അപ്പൊ ഈ ക്രിസ്തുവിന്റെ ദിനത്തില് പോള് ലജ്ജിക്കേണ്ടി വരുമോ ഇല്ലയോ എന്നാണ് ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. പോളെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ പോളല്ലെങ്കിൽ ഇനിയിപ്പോ ആരും വഴിയല്ല നമ്മൾ കർത്താവിൽ വന്നതെങ്കിലും നമ്മൾ കർത്താവിൽ പോളല്ലെങ്കിൽ ഇനിയിപ്പോ ആരും വഴിയല്ല നമ്മൾ കർത്താവിൽ വന്നതെങ്കിലും നമ്മൾ കർത്താവിലായിരിക്കുന്നവരാ. അപ്പൊ ക്രിസ്തുവിന്റെ ദിനത്തിൽ ഈ പോളിന് ലജ്ജിക്കാതിരിക്കണമെങ്കിൽ ഫിലിപ്പിയയിലെ വിശ്വാസികൾ എന്ത് ചെയ്യണമായിരുന്നു? ഫിലിപ്പിയയിലെ വിശ്വാസികൾ എന്ത് ചെയ്യണമായിരുന്നു? ക്ലിയർ അല്ലേ? ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കണമായിരുന്നു. ഇന്ന് വചനത്തെ മുറുകെ പിടിക്കാതെ ഇന്ന് വചനത്തെ മുറുകെ പിടിക്കാത്ത വിശ്വാസികൾ ഈ ക്രിസ്തുവിന്റെ ദിനത്തിൽ കർത്താവിന്റെ അടുത്ത് കാണുമോ? നമുക്ക് നമ്മൾ കർത്താവിന്റെ മാർഗത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തേക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് മാറുമൊന്നുമില്ല, ഐ നോ ഇറ്റ്. ഇത് കർത്താവ് ഹൃദയത്തിൽ മാറ്റം വരുത്താതെ മാറി എത്ര പറഞ്ഞാലും ഈ പട്ടിയുടെ വാല് കുമ്പത്തിലിടും എന്ന് പറഞ്ഞിട്ട് കേട്ടില്ലേ? കുമ്പഞ്ഞിടുന്നു. അല്ല ഇത് തമാശയായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതിന്ന് ഹൃദയപരമായിട്ട് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ട്. കാരണം നോക്ക്, പത്രോസ് പറയുവാണ് ഈ കള്ള ഉപദേശകർ മുഖാന്തരം സത്യമാർഗം പരിഹസിക്കപ്പെടുന്നു. സത്യമാർഗം വായിച്ചിട്ടില്ലേ? അതായത് ട്രൂ ടീച്ചിങ് അക്സെപ്റ്റ് പരിഹസിക്കപ്പെടുന്ന എപ്പോഴും മജോറിറ്റി ആൾക്കാരെ കളിയാക്കുമ്പോഴാണ്. ഇത് എത്ര പറഞ്ഞാലും ഈ വെരി ഡിഫിക്കൽട്ട്. അല്ലെങ്കിൽ ഈ വചനത്തെ മുറുകെ പിടിക്കാതെ ജീവിക്കുന്ന രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന രക്ഷിക്കപ്പെടാത്തവരുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്നുള്ള വിടുതല് ഒരു ദൈവം സൂപ്പർ നാച്ചുറൽ ആയിട്ട് തന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ പറയത്തുള്ളൂ, അവരൊക്കെ രക്ഷിക്കപ്പെട്ടവരാ. എന്താ രക്ഷിക്കപ്പെടുക എന്ന്? യു ടെൽ മീ. രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് പാസൻസ് ആയിട്ട് പറയുന്നത് അബ്സല്യൂട്ട്ലി കറക്റ്റ്, അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് ദർ ഇസ് എ പാത്ത് വേ ടു ട്രാവൽ. ഇഫ് യു ഗോയിങ് ടു എൻ്റെ ചിലപ്പോൾ തെറ്റിപ്പോവും. ജെറമിയ 9 ചിലപ്പോൾ തെറ്റായിരിക്കും. ജെറമിയ 9 അതിന്റെ 25-26 ശ്രദ്ധിക്കണേ. ഇതാ ആ ദിനങ്ങൾ വരുന്നു, കർത്താവാണ് ഇതെല്ലാം ചെയ്യുന്നത്. അന്ന് പരിച്ഛേദനം നടത്തിയവരെങ്കിലും അപരിച്ഛേദിതരായവരെ ശ്രദ്ധിച്ചു വായിക്കണം. പരിച്ഛേദനം നടത്തിയവരെങ്കിലും അപരിച്ഛേദിതരായവര്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നെങ്കിലും രക്ഷിക്കപ്പെടാത്തവര്, അല്ലെങ്കിൽ സ്നാനപ്പെടാത്തവര്, അല്ലെങ്കിൽ പരിച്ഛേദനം നടത്തി. പരിച്ഛേദനം മീൻസ് പരിച്ഛേദനം ആക്ഷരികമായിട്ട് നടത്തുമ്പോൾ അതിനൊരു സ്പിരിച്വൽ മീനിങ് എന്നും ഉണ്ട്. ഓൾഡ് ടെസ്റ്റമെന്റിലും ഉണ്ട്, ഇല്ലേ? ഹൃദയത്തിലും അതെ, ഹൃദയത്തിലും കാതുകളിലും പരിച്ഛേദന ഏൽക്കാത്തവര്. അപ്പം ഈ സ്നാനം വെള്ളത്തിൽ മുങ്ങുന്നതിന് ഒരു സ്പിരിച്വൽ മീനിങ് ഉണ്ട്, ഇല്ലേ? അതേ ഇല്ലേ? ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? അതായത് പരിച്ഛേദനം നടത്തിയവരെങ്കിലും അപരിച്ഛേദിതരായവരെ
ഈജിപ്റ്റ്, യഹൂദ, യദോം, അമ്മോന്റെ പുത്രന്മാർ, മോവാബ്, തലയുടെ അരികു പഠിക്കുന്ന മരുപ്രദേശക്കാർ എന്നിവരെയെല്ലാം ഞാൻ ശിക്ഷിക്കും. കാരണം ഈ ജനതകളും ഇസ്രായേൽ ഭവനവും ഹൃദയത്തിൽ പരിച്ഛേദനം ഏൽക്കാത്തവരാണ്. അതായത് പരിച്ഛേദനം ഏറ്റവരെങ്കിലും, പരിച്ഛേദനം നടത്തിയവരെങ്കിലും, ഒന്ന് ഫിസിക്കൽ മീനിങ്ങും ഒന്ന് സ്പിരിച്വൽ മീനിങ്ങും. കർത്താവ് പറഞ്ഞില്ലേ, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. അതിന്റെ മീനിങ് എന്താ? ഒന്ന് ഫിസിക്കൽ മീനിങ്, ഒന്ന് സ്പിരിച്വൽ മീനിങ്. മരിച്ചവർ എന്ന് പറഞ്ഞാൽ ലെറ്റ് ദി സ്പിരിച്വലി ഡെഡ് ബറി ദി ഫിസിക്കലി ഡെഡ് എന്നാ അതിന്റെ മീനിങ് അല്ലേ? സെയിം വേ ലെറ്റ് ദി ഫിസിക്കലി സർക്കംസൈസ്ഡ് നോട്ട് സ്പിരിച്വലി സർക്കംസൈസ്ഡ്, അവരെ കർത്താവ് എന്ത് ചെയ്യുന്നു എഴുതിയിരിക്കുന്നത്? ശിക്ഷിക്കും. ഇന്നും അങ്ങനെ തന്നെ. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെടാത്തവരല്ല ലോകത്തിൽ മറ്റൊർട്ടി. അതിൽ ഈ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, അതായത് മുള്ളിനിടയിലാണോ എന്ന് ചിന്തിച്ച് നോക്കുക. ഡു വി ഹാവ് എനി അതർ ഡിസയർ അതർ ദാൻ ടു ലീവ് ഫോർ ദി ലോർഡ്? മുള്ളിനിടയിലാ, എത്തിപ്പെടില്ല. ഭയത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുക, ഭയത്തോടെ. കാരണം ഇത് ടു എഡ്ജ്ഡ് സോഡായി പറയുന്നത്. ഇത് എനിക്കിട്ടും വെട്ടുന്നുണ്ട്, കേൾക്കുന്നവർക്ക് വെട്ടുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്ക്. അത് ചിന്തിക്കാതെ നമ്മൾ വചനം, നമ്മളാദ്യം അവർ ചെയ്ത് പ്രവർത്തിച്ചത്, അവർ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ദേ ഡിഡ് ആൻഡ് ടീച്ച്. അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചതും പഠിപ്പിച്ചതും അന്ന് പറഞ്ഞു കർത്താവിൻ്റെ അടുത്ത്. കർത്താവ് പ്രവർത്തിച്ചതും പഠിപ്പിച്ചതും എസ്ര പഠിച്ചു, പ്രാവർത്തികമാക്കി. അപ്പം എസ്ര വലിയൊരു ടൈം എടുത്തു പഠിപ്പിക്കാൻ വേണ്ടി. പഠിച്ചു കഴിഞ്ഞിട്ട് മുഴുവൻ ജീവിതത്തിൽ എന്നിട്ട് പഠിപ്പിച്ച് തുടങ്ങി. ഇന്നെങ്ങനെ രക്ഷിക്കപ്പെട്ട പിറ്റേ ദിവസം തുടങ്ങി പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കൂ? രക്ഷിക്കപ്പെട്ടു. നമ്മൾ കേട്ടത് രക്ഷിക്കപ്പെടുന്നതിന്റെ ഒരു ലക്ഷണം എന്താ? ഞാൻ ക്ലൂ തരുക. യാക്കോബിന്റെ ലേഖനം എന്താ? പറ. നാവിന് കഴിഞ്ഞാടുന്ന കാര്യമല്ല. സ്വിഫ്റ്റ് ഇൻ ഹിയറിംഗ് ആൻഡ് സ്ലോ ടു സ്പീക്ക്. ഇൻ ദി സെൻസ് സ്വിഫ്റ്റ് ഇൻ ലേണിംഗ് ആൻഡ് സ്ലോ ടു ടീച്ച് എന്നാണ് വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇതില് ഇവിടെ അല്ല, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും ആഗ്രഹം നോക്ക്, ഇത് പഠിപ്പിക്കുമ്പോൾ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നതിനകത്ത് ഒരു കാര്യമില്ല. ഇത് നമ്മൾ വേറെ ശബ്ദം കേട്ട് പ്രാക്ടീസ് ചെയ്തേക്കുന്നുണ്ട്. ഇത് സ്ട്രേഞ്ച് വോയിസ് അല്ല. ഇത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതാ, യോഹന്നാൻ പഠിപ്പിച്ചതാ, പൗലോസ് പഠിപ്പിച്ചതാ, പത്രോസ് പഠിപ്പിച്ചതാ, യൂദാ പഠിപ്പിച്ചതാ, കർത്താവ് പഠിപ്പിച്ചതാ. കർത്താവ് പഠിപ്പിച്ച ജീവിതക്കാരൻ്റെ ഗുണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ, നമ്മൾ മുള്ളിനിടയിലാണോ അതേ നല്ല നിലത്താണോ എന്ന് ചിന്തിച്ചാൽ മതി. 10 കന്യകമാര് 10 പേരും നല്ല സ്ട്രോങ് ആയിരുന്നു, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷെ ലേറ്റ് ആയപ്പോഴാണ് സ്വഭാവം വെളിപ്പെട്ടത്. സെയിം വേ നമ്മളിപ്പോൾ രക്ഷിക്കപ്പെട്ടിപ്പം അമിത ആവേശത്തിൽ നിൽക്കുന്ന ആൾക്കാർ കാണും. രക്ഷിക്കുക മുഴുത്ത മാനസാന്തരം. അപ്പൊ ഇതില് 2:16 പറഞ്ഞേക്കുന്നത്, അതായത് ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും എന്ന് അപ്പോൾ പറഞ്ഞ ഫിലിപ്പിയ വിശ്വാസികളോട്. അത് എനിക്ക് അഭിമാനിക്കാൻ പറ്റില്ല, ഓർ അതർവൈസ് ഐ ഹാവ് ടു ബി അഷെയിംഡ്. എനിക്ക് അഭിമാനിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതും ഞാൻ ലജിക്കേണ്ടി വരും എന്ന് പറയുന്നത് സെയിം അല്ലേ? നമ്മളെങ്ങനെ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുന്നവരാണ്. നമുക്ക് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി എടുക്കും. അതായത് രക്ഷിക്കപ്പെടുക എന്ന കർത്താവിലേക്ക് ഒരു തീരുമാനം എടുത്തു, അതാ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് റൈറ്റ് ആയിട്ട് തീരുമാനം എടുത്ത് അവർ രക്ഷിക്കപ്പെട്ടവരാണ്. പാസ്റ്റ് ടെൻസ് ഇസ് കറക്റ്റ്. രക്ഷിക്കപ്പെട്ടു. ഫസ്റ്റ് സ്റ്റെപ്പ് ഡേ ഓഫ് പെന്റിക്കോസ്റ്റ്. അവർ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് അവരോട് പത്രോസ് പറഞ്ഞു, ദുഷിച്ചതും കാപട്യം നിറഞ്ഞതുമായിട്ടുള്ള ഈ തലമുറയിൽ നിന്ന് നിങ്ങൾ സ്വയം കാത്തു സൂക്ഷിച്ചുകൊള്ളുക. അവർ അപ്പോസ്തലന്മാരുടെ വചനം കേട്ടു, അവരതിൽ നിന്ന് മാറി നിന്നു, അവർ വചനം ആചരിച്ചു. ഇന്ന് ഇവിടെ കാണാൻ സകല ബാബിലോണിയ സഭകളുമായിട്ട് കണക്ഷനിൽ നിന്നിട്ട് ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന പറയുന്നത് ലജ്ജാകരമല്ലേ? രക്ഷിക്കപ്പെട്ടവൻ കത്തോലിക്ക സഭയിൽ പോവും, സ്നാനപ്പെട്ട് കത്തോലിക്ക സഭയിൽ പോവും, സ്നാനപ്പെട്ട് മർത്തോമ സഭയിൽ പോവും, സ്നാനപ്പെട്ട് യാക്കോബ സഭയിൽ പോവും. ഞാൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടതായി. ഐ എം ഫീലിംഗ് അഷെയിംഡ് ടു ടെൽ ഇറ്റ് സ്റ്റിൽ ബിക്കോസ് ഓഫ് മൈ ദി പെർസിവറൻസ്. ക്ഷമ എനിക്ക് ദൈവം തന്നേക്കുന്നത് എനിക്ക് പറയാൻ ക്ഷമയില്ല. ടു ബി ഫ്രാങ്ക്, ഞാനൊരു എന്താ പറയുന്നത്, എനിക്ക് കാര്യത്തിൽ ഇത്തിരി ഇൻടോളറൻസ് ഉള്ളതാണ്. പക്ഷെ സ്റ്റിൽ ഐ എം ടെല്ലിങ്, എന്താ പറയുന്നത്, പൗലോസ് പറയുന്നുള്ളൂ, മറ്റുള്ള അനേകരുടെ നന്മയെ കരുതി ഞാൻ പറയാം. പറയേണ്ട കാര്യങ്ങളല്ല ഇത്, പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു. ആലോചിച്ച് നോക്ക്. പൗലോസ് പറയാം കൊറിന്തോസുകാരോട്, അല്ല ഗലേഷ്യൻസിനോട് പറയാം, അവര് ദിവസങ്ങളും കാലങ്ങളും ആചരിക്കാൻ പോയി. പൗലോസ് പറയും, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ അധ്വാനം വൃഥാവായി പോയെന്ന് ഞാൻ. എന്നിട്ടൊരു കാര്യം പറയാം, ഞാൻ നശിപ്പിച്ചത് തന്നെ ഞാൻ പടുത്തുയർത്തുന്നു എങ്കിൽ ഞാൻ എന്താന്ന് പറഞ്ഞത്,
Towards 18 Galatians വായിച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ തകർത്ത് കളഞ്ഞത് ഞാൻ തന്നെ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഞാൻ നിയമലംഘനാണ്. കെട്ടിപ്പടുക്കുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ സിമ്പിൾ ഒക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. ഓക്കെ, ഇംഗ്ലീഷിൽ For if I build again those things which I destroyed, അതെ, if you are building again those things which you have destroyed or destroying. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഡിസ്ട്രോയ് ചെയ്തേക്കുന്ന കുറെ കാര്യങ്ങൾ. ശിശുസ്ഥാനം നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത അല്ലേ, കുർബാന ഡിസ്ട്രോയ് ചെയ്ത, പൗരോഹിത്യം ഡിസ്ട്രോയ് ചെയ്ത, ദെൻ എന്താ പറയുക, പ്രീസ്റ്റ്ഹുഡ് അല്ലെങ്കിൽ ഈ ഹൈറാർക്കി നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത, ഇല്ലെങ്കിൽ അച്ഛൻ പിന്നെ ക്ലർജി ആൻഡ് ലൈറ്റി നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത അല്ലേ. സഭയിൽ എല്ലാവരും ഒരുപോലെ ഉള്ളൂ, ഇതിനകത്ത് ആർക്കും ഒരു ഇമ്പോർട്ടൻസ്, ഒരു പൊലിമയും ഒന്നും ഇല്ല. ഇതൊക്കെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തതാ. നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ തന്നെ കെട്ടിപ്പടുക്കുവാണെങ്കിൽ നമ്മളൊരു നിയമലംഘകനായി തീരും. ഓക്കെ, ഈ യഹൂദര് ലോകത്താൽ വെറുക്കപ്പെട്ടു, ഹിറ്റ്ലർ കൊന്നു കളഞ്ഞു. ഇതിനൊക്കെ കുറെ കാര്യമുണ്ട്. അവർ ഈ സൊസൈറ്റിയോട് മിങ്കിൾ ചെയ്യാത്തത് അവരെ ഈ സൊസൈറ്റി വെറുക്കാനുള്ള മെയിൻ റീസൺ. അതുകൊണ്ടാണ് നോക്ക്, ഈ പിശാചിന്റെ പ്രബോധനം എന്ന് പറയുന്നത് എവിടെ പോയാലും എന്ത് ചെയ്യണം? അല്ല, സോഷ്യലൈസ് ചെയ്യണം. അതവിടുത്തെ വേർഡ് അല്ലേ, സോഷ്യലൈസ് ചെയ്യണ്ടേ. സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഇവർ കാണിക്കുന്ന എല്ലാം കാണിക്കാനായിട്ട് കൂടെ പോകണം. നോക്കെ, യു ക്യാൻ സോഷ്യലൈസ്, ബട്ട് യു വിൽ ബി റിജക്റ്റഡ് ബൈ ദി ഹോളി ഗോഡ് ഓഫ് ദി ഇസ്രായേൽ, ദി ഹോളി വൺ ഓഫ് ഇസ്രായേൽ. യു ക്യാൻ സോഷ്യലൈസ്. കർത്താവ് ഈജിപ്തിൽ നിന്ന് അവരെ പുറത്തിറക്കിയപ്പോൾ, അപ്പൊ ഇത് മുള്ളിനിടയിൽ വീണതിന്റെ ഒരു ഡിസയർ ഫോർ അതർ തിങ്സ്. നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ള ഏക ഡിസയർ അല്ലാതെ എന്ത് ഡിസയർ ഉണ്ടെങ്കിലും യു ആർ മുള്ളിനിടയിൽ ഒരു ഫലവും കൊണ്ടുവരത്തില്ല ജീവിതത്തിൽ. കർത്താവ് എടുത്ത് ഉപയോഗിക്കുകയില്ല. ലെവിറ്റിക്കസ് 18 എടുക്കുമ്പോൾ ഈ സോഷ്യലൈസിങ് എന്നുള്ള വേർഡ് ഇറ്റ് ഈസ് ഫെമിലിയർ ടു മീ. കാരണം പിള്ളേരൊക്കെ വന്ന് പറയുന്നത് അങ്ങനെയൊക്കെ സോഷ്യലൈസ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ എല്ലാവരും പറഞ്ഞു കൊടുക്കാറുണ്ട് സോഷ്യലൈസ് ചെയ്യണം. വായിച്ചു 18 ഒന്നുകൂടി വായിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനങ്ങളോട് പറയുക, ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ വസിച്ചിരുന്ന ഈജിപ്തിലെ ജനങ്ങളെ പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. ഞാൻ നിങ്ങളെ ആനയിക്കുന്ന കനാൻ ദേശ ജനങ്ങളെ പോലെയും നിങ്ങൾ പ്രവർത്തിക്കരുത്. അവരുടെ ചട്ടങ്ങളിൽ നിങ്ങൾ വ്യാപരിക്കരുത്. നിങ്ങൾ എന്റെ ചട്ടങ്ങൾ പാലിച്ച് എന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കി അവയിൽ വ്യാപരിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ആയാൽ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങൾ പാലിക്കണം. അവ പാലിക്കുന്നവൻ ജീവിക്കും. ഞാനാണ് കർത്താവ്. എന്നിട്ട് അതിനടിയിലേക്ക് 18 അധ്യായം മുഴുവൻ സെക്ഷൽ ഇമ്മൊറാലിറ്റി, കാനാനിൽ ഉണ്ടായിരുന്ന സെക്ഷൽ ഇമ്മൊറാലിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയൊക്കെ 18 അധ്യായത്തിൽ ആണല്ലോ. അതായത് എന്താ പറയുന്നത്, നമ്മൾ പേർ പോലും കേട്ടിട്ടില്ലാത്ത എല്ലാ സെക്ഷൽ ഇമ്മൊറാലിറ്റി എഴുതിയിട്ട് അതിന്റെ 24 തുടങ്ങി വായിക്കുമ്പോൾ, അല്ല ഇതൊന്നും അറിയുന്നതല്ല, വായിച്ചു. അത് ഇവ മൂലം നിങ്ങൾ അശുദ്ധരാകരുത്. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ ബഹിഷ്കരിക്കുന്ന ആ ജനങ്ങളാകട്ടെ ഇവ മൂലം അശുദ്ധരാണ്. ആ ദേശം മുഴുവൻ അശുദ്ധമായി. ഞാൻ ആ തിന്മകളുടെ പേരിൽ അതിനെ ശിക്ഷിച്ചു. ആ ദേശം അതിലെ നിവാസികളെ പുറന്തള്ളിക്കളഞ്ഞു. എന്നാൽ നിങ്ങൾ ഏവരും എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കണം. സ്വദേശിയിലോ നിങ്ങളുടെ ഇടയ്ക്ക് പ്രവസിക്കുന്ന പരദേശികളോ ഈ മ്ലേച്ഛതകളിലൊന്നും ഉൾപ്പെടരുത്. നിങ്ങൾക്ക് മുമ്പ് ഈ ദേശത്ത് ഉണ്ടായിരുന്നവർ ഈ മ്ലേച്ഛതകളെല്ലാം കാട്ടിക്കൂട്ടി അവർ അങ്ങനെ ഈ നാട് അശുദ്ധമായി. ഈ നാട് നിങ്ങൾ അശുദ്ധമാക്കിയാൽ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരെ ബഹിഷ്കരിച്ചതുപോലെ ഈ ദേശം നിങ്ങളെയും ബഹിഷ്കരിക്കും. ഈ മ്ലേച്ഛതകളോട് അപ്പോ ഈ കാനനൈറ്റ്സിനെ അവിടെ നിന്ന് കൊന്നു കളയാനുള്ള റീസൺ ബിക്കോസ് ഓഫ് ദെയർ ഇമ്മോറാലിറ്റി. അപ്പൊ ദൈവം പറയാണ്, ഇങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളെയും ഞാൻ, ദാറ്റ് വാസ് വാട്ട് ഹാപ്പൻഡ്. അവരങ്ങനെ ജീവിച്ചു, അവരെ ബഹിഷ്കരിച്ചു. അവർ ദേശത്ത് രാജാവായിരുന്നവർ അവിടുത്തെ അടിമകളായി, അവർ ദാസരായി. അവർ രാജാവായിരുന്ന ദേശത്ത് അവർ അടിമകളായിട്ട് ജീവിച്ചു. ദാറ്റ് വാസ് വാട്ട് ഈ എസ്രായും നെഹ്മിയൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ രാജാക്കന്മാരായിരുന്ന ദേശത്ത് ഇന്ന് ഞങ്ങൾ അടിമകളാണ്. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ ദേശക്കാര്, അല്ലെങ്കിൽ ഈ ഇഫ് യു ഹാവ് എനി ഡിസയർ അതർ ദാൻ ടു
live for the Lord. എങ്ങനെ നമ്മൾ മുള്ളിനിടയിലാണെന്ന് ചിന്തിക്കുക. എല്ലാവരും ചിന്തിക്കാൻ വേണ്ടി ഞാൻ എഗെയിൻ ആൻഡ് എഗെയിൻ പറയും. നമുക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിത്യതയിൽ കർത്താവിനെ കാണില്ല. ഇതിനകത്ത് വേറെ എന്നാ പിടിക്കാൻ, കാരണം ദൈവത്തിന്റെ വചനം നമുക്ക് ഡൈല്യൂട്ടാക്കി തരാൻ ആരും കൊണ്ട് എഴുതിയേക്കെന്ന് പറയാനേ പറ്റും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നോക്ക്, അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടെന്നോ വീട് വെക്കേണ്ടെന്നോ എന്നല്ല. ബട്ട് സി, നമ്മൾ പലതും ആഗ്രഹിക്കുന്നതെല്ലാം എന്തിന്റെ വെളിച്ചത്തിലായിരിക്കും? ഇത് കർത്താവിന് ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കും. നമ്മൾ പഠിക്കുന്നു, നോക്ക്, നമ്മൾ പഠിച്ച് പിള്ളേർ പഠിച്ചൊരു ജോലിയിൽ എത്തിയേ പറ്റുള്ളൂ. എന്തിനു വേണ്ടിയാണ്? അതായത് ഈ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടെങ്കിൽ അവർക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റും. അവർ ഇവിടുത്തെ ജീവിതത്തിന് വേണ്ടി തന്നെ കിടന്ന് പരിവട്ടം പായുന്ന അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടീഷൻ ആണെങ്കിൽ ഇവർക്കൊന്നും ഒരു നോക്ക്, ഈജിപ്തിൽ മോശ ചെന്ന് ഡെലിവറൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ എഴുതിയേക്കുന്നത്? കൂട്ടാക്കിയില്ലെന്നല്ല, നോ, എന്താ ഇത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള എന്തോ കാര്യം കേട്ട പോലെ നോക്കും. ഈ എക്സോഡസ് 3 എടുക്കുമ്പോൾ അതിന്റെ 6ാം സെന്റൻസ്, 6ാം അധ്യായം ചാപ്റ്റർ 6:9 വായിക്കുമ്പോൾ മോശ ഇത് തന്നെ ഇസ്രായേൽ ജനത്തോടും പറഞ്ഞു, പക്ഷെ തകർന്ന മനസ്സും ക്രൂരമായ അടിമത്വവും നിമിത്തം അവർ അയാളെ സേവിച്ചില്ല. യെസ്, ക്രൂരമായ തകർന്ന മനസ്സും ക്രൂരമായ അടിമത്വം നിമിത്തം അവർ അയാളെ, ഈ കണ്ടീഷനിൽ ദൈവവചനം ശ്രവിക്കാൻ പറ്റത്തില്ല, നോ പഠിക്കാൻ. സോ നമ്മൾ നമ്മുടെ പിള്ളേരോട് പഠിക്കാനും ഒരു ജീവിതത്തിൽ ഒരു നിലയിൽ എത്തിപ്പെടാനൊക്കെ പറയുന്നത് ഈ തകർന്ന മനസ്സും ക്രൂരമായിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി, എന്നാലേ അവർക്ക് ദൈവത്തിന് വേണ്ടി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. മോശം അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഞാൻ 7ാം സെന്റൻസ് തുടങ്ങി വായിക്കുമ്പോൾ 6 തുടങ്ങി വായിക്കുമ്പോൾ, അതുകൊണ്ട് ഇസ്രായേൽക്കാരോട് പറയൂ, ഞാൻ കർത്താവാകുന്നു, ഈജിപ്തുകാർ ചുമത്തിയ അധ്വാന ഭാരത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഈജിപ്തുകാർ ചുമത്തിയ അധ്വാന ഭാരത്തിൽ നിങ്ങളെ ഞാൻ മോചിപ്പിക്കും, അവരുടെ അടിമത്വത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിക്കും. വിരിച്ചു പിടിച്ച കരങ്ങൾ കൊണ്ട് കഠിനമായ ശിക്ഷാവിധികൾ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എന്റെ സ്വന്തം ജനമായി സ്വീകരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. ഈജിപ്തുകാരുടെ അടിമത്വത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയും അത് നിങ്ങൾക്ക് അവകാശമായി തരികയും ചെയ്യും. ഞാൻ കർത്താവാകുന്നു. മോശ ഇത് തന്നെ ഇസ്രായേൽ ജനത്തോടും പറഞ്ഞു, പക്ഷേ തകർന്ന മനസ്സും ക്രൂരമായ അടിമത്വവും നിമിത്തം അവർ അയാളെ ശ്രമിച്ചില്ല. ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കും. So Moses spoke thus to the children of Israel, but they did not heed Moses because of anguish of spirit and cruel bondage. Because of the anguish of the spirit and cruel bondage, they were not able to hear it. So many people, when they are living in this world, because of the adverse situations, the broken spirit, because of so many adversities in the life, broken spirit and cruel bondage. See, ജീവിക്കാൻ ഒരു രക്ഷയില്ല. ക്രൂവൽ ബോണ്ടേജ്, നമുക്ക് അഡ്വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഒരു രക്ഷയില്ല ജീവിക്കാൻ. അപ്പൊ ദൈവത്തിന്റെ മോശയേക്കാൾ വലിയ ആൾ എന്ന് പറഞ്ഞാലും they were not able to hear it. അപ്പൊ അതുകൊണ്ട് നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണമെങ്കിൽ we are to plan our ways. നമ്മൾ ആവശ്യമില്ലാത്ത ഭാരങ്ങൾ എടുക്കുകയും വേണ്ടാത്ത വലിയ കടക്കണി ചെന്ന് ചാടും. അപ്പൊ ഇതെല്ലാം ഡിസയർ ഫോർ അതർ തിങ്സ് ആണ് മോസ്റ്റ്ലി ഈ കടക്കണിയിലും എല്ലാത്തിലും ഒക്കെ ചെന്ന് ചാടുന്നത്. ഇപ്പം നമ്മുടെ വരുമാനത്തിന് നിരക്കാത്ത സാധനങ്ങൾ വാങ്ങിക്കും. അപ്പൊ റീപേയ്മെന്റ് ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്കുകാർ പിടിച്ചോണ്ട് പോകും. നിങ്ങൾക്ക് യു ആർ നോട്ട്, ഉണ്ണാനും ഉടുക്കാനും ഉണ്ട് എങ്കിൽ അത് മതി, അല്ലെങ്കിൽ വരുമാനത്തെക്കാൾ വളരെ കുറഞ്ഞ ഒരു ബജറ്റ് ഇട്ട് നമ്മൾ ജീവിച്ച് സ്വസ്ഥമായിട്ട് ജീവിച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റും. അത് ഇവര് പക്ഷെ തകർന്ന മനസ്സും ക്രൂരമായ അടിമത്വവും നിമിത്തം അയാളെ ശ്രമിച്ചില്ല, അവർക്ക് ശ്രമിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കണമെങ്കിൽ പ്രിപ്പറേഷൻ ഈസ് റിക്വയർഡ്, അതർവൈസ് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഈ 119 സങ്കീർത്തനത്തിന്റെ 101 സെന്റൻസ് വായിക്കുമ്പോൾ
നിന്റെ വചനം പാലിക്കേണ്ടതിന് എന്റെ ദുർമാർഗങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുന്നു. എന്റെ എല്ലാ ദുർമാർഗങ്ങളിൽ നിന്നും. നോ പ്രോബ്ലം യൂസിങ് കണ്ണാടി. അപ്പൊ ഇതില് അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കണമെങ്കിൽ നമ്മൾ വായിച്ച സെന്റൻസ്, നിന്റെ വചനം പാലിക്കേണ്ടതിന് എല്ലാ ദുർമാർഗങ്ങളിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറും. എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റില്ല കർത്താവിന് വേണ്ടി. യു ഹാവ് ടു പ്ലാൻ യുവർ വേസ്. എല്ലാ കൂട്ടുകെട്ടുകളും നമുക്ക് പറ്റത്തില്ല. യു ഹാവ് ടു അവോയ്ഡ് സർട്ടൻ ഫ്രണ്ട്ഷിപ്സ്. നമുക്ക് അത് തിമോത്തിയോസിനോട് പോകണം. എന്താ പറഞ്ഞേ? ഈ ഫ്രണ്ട്ഷിപ്പുമായിട്ടുള്ള ബന്ധത്തിൽ പറഞ്ഞേ പറ്റൂ, അറിയാൻ വയ്യാന്ന് പറയരുത്. തിമോത്തിയോസിനോട് പോകണം. എന്താ പറഞ്ഞത്? കറക്റ്റാ. നിർമ്മല ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് വിശ്വാസം, നീതി, വിശ്വാസം ഇതൊക്കെ ലക്ഷ്യം വെക്കുക. അപ്പൊ നമ്മൾ ഏതെങ്കിലും കൂട്ടായ്മ ചെന്ന് കർത്താവിന് വേണ്ടി ജീവിക്കാന്ന് വിചാരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ഫൂളിഷ്നെസ്സാണ്. യു ആർ ടു നോ വിത്ത് ഹും യു ആർ ഫെലോഷിപ്പിംഗ്. അവിടെയുള്ള ആൾക്കാർ, അവിടെയുള്ള ടീച്ചിങ് എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? കർത്താവിന്റെ രാജ്യത്തിനാണോ, അത് ലോകത്തിൽ വലിയതാകുന്ന കാര്യത്തിനാണോ? ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു ജഡ്ജ്. അപ്പൊ കർത്താവിന്റെ രാജ്യത്തിനും പ്രാമുഖ്യം, ശുദ്ധ മനസാക്ഷിയോടുകൂടി കർത്താവിനെ വിളിക്കുന്നവരും കൂടെ, അല്ലെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെടുക. അല്ല കൂട്ടായ്മ കിട്ടും, കുറെ ആൾക്കാരെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ചിലപ്പോൾ സംടൈംസ് യു ഹാവ് ടു ലിവ് അലോൺ ഇൻ ദിസ് വേൾഡ്. ഈവൻ ഇഫ് ദി സിറ്റുവേഷൻ വാറന്റ്സ് യു മസ്റ്റ് ബി വില്ലിംഗ് ടു ലിവ് അലോൺ. ഒരു കൂട്ടായ്മ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല. പിന്നെ ഒരു കൂട്ടായ്മ ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും കൂട്ടായ്മയിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നവർ നരകത്തിലേക്കുള്ള നമ്പർ 1 റിക്രൂട്ട്സാണ്. ഒരു കൂട്ടായ്മ ഇല്ല, അതുകൊണ്ട് എവിടെയെങ്കിലും പോകണല്ലോ എന്ന് പറഞ്ഞ് പോകുന്നവര് they are selling to the kingdom of Satan. ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ എനിക്ക് ഒരു കൂട്ടായ്മ വേണ്ട, എനിക്ക് കർത്താവ് മാത്രം മതി. നമ്മുടെ കൂട്ടായ്മ നമ്മുടെ പിതാവിനോടും പുത്രനായ യേശു ക്രിസ്തുവിനോടും ആണ് എന്നുള്ള ബേസിക് മിനിമത്തിൽ ജീവിക്കാനുള്ള കമ്മിറ്റ്മെന്റ്, സമർപ്പണം ഇല്ലെങ്കിൽ നമ്മൾ നരകത്തിനുള്ള ആൾക്കാരാണ്. ഒരു സംശയമില്ല. അപ്പോൾ എഗെയിൻ ഐ ആം സ്ട്രെസ്സിങ്, അത് എത്ര പറഞ്ഞാലും തീരാത്തതായതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത്, ഇഫ് യു ഹാവ് എനി ഡിസയർ അതർ ദാൻ ടു ലീവ് ഫോർ ദി ലോർഡ്, യു വിൽ നോട്ട് റീച്ച്. ഈ ആക്സ് 20:24 വായിക്കുമ്പോൾ വീണ്ടും അത് തന്നെ ഇതിന് കുറെ സ്ഥലങ്ങൾ വായിക്കുക. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ 20:24 വായിക്കുമ്പോൾ But none of these things move me, nor do I count my life dear to myself, so that I may finish my race with joy and the ministry which I received from the Lord Jesus, to testify to the gospel of the grace of God. മലയാളം വായിക്കുമ്പോൾ മലയാളത്തിലൂടെ എങ്കിലും എന്റെ ജീവൻ എന്തെങ്കിലും വിലയുള്ളതായോ എനിക്ക് തന്നെ വിലപ്പെട്ടതായോ ഞാൻ പരിഗണിക്കുന്നില്ല. കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ച ശുശ്രൂഷയും ദൗത്യവും പൂർത്തിയാക്കണമെന്നും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണമെന്നും മാത്രമേ എനിക്കുള്ളൂ. only one ambition, living with only one ambition. നമ്മളെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ പിള്ളേരെ വളർത്തുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, വീട് വെക്കുന്നുണ്ട്, എല്ലാം എവരിത്തിങ് ഇതെല്ലാം ചെയ്തേ പറ്റൂ ഈ ലോകത്തിൽ. കർത്താവ് പറഞ്ഞു, കർത്താവ് മടങ്ങി വരുന്നിടം വരെ അവർ വിവാഹം കഴിക്കുകയും കഴിപ്പിക്കുകയും നടുകയും കൃഷി ചെയ്യുകയും വ്യാപാരം ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു സോളോണ സ്ഥലം കർത്താവ് വന്നു. അങ്ങനെ രാത്രിയിൽ കള്ളനെ പോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. വരാൻ പറ്റുമോ? സോ അപ്പം ഇത്രയേ ഉള്ളൂ. ഈ 1 Corinthians 10:31 വായിക്കുമ്പോൾ അത് പറഞ്ഞ് ഞാൻ ആ ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യുക. 1 Corinthians 10:31 വായിക്കുമ്പോൾ വായിക്കും. അതുകൊണ്ട് നിങ്ങൾ തിന്നുന്നതും കുടിക്കുന്നതും നിങ്ങൾ ചെയ്യുന്നത് എന്തും എല്ലാം ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുക. അതെ, അതെല്ലാം ചെയ്യുന്നുണ്ട്. വീട് വെക്കണം, ഇതെല്ലാം ചെയ്യണം തീർച്ചയായിട്ടും. ക്രിസ്ത്യ വിശ്വാസികളെല്ലാം റോഡ് സൈഡിൽ താമസിച്ചുകൊണ്ടിരുന്നവരല്ല. നോ, കൊറിന്തോസുകാർക്ക് വീടുണ്ടായിരുന്നു. John the Apostle, when he was on the Mount of Calvary, when he was witnessing the crucifixion, മറിയത്തെ കൊണ്ടുപോകാൻ ഒരു വീടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പറയുന്നത് വീടില്ല കൂടിയില്ല എന്നുള്ള കാര്യങ്ങളൊന്നും അല്ല. ബട്ട് എവരിത്തിങ് ഫോർ ദി ഗ്ലോറി ഓഫ് ദി ലോർഡ്. വീട് വെക്കുന്നെങ്കിൽ അത് കർത്താവിനെ മഹത്വപ്പെടുത്താനായിരിക്കണം, കർത്താവിനെ ഗ്ലോറിഫൈ ചെയ്യാനായിരിക്കണം. വണ്ടി മേടിക്കുന്നെങ്കിൽ അത് കർത്താവിന് മഹത്വം കൊടുക്കുന്നതായിരിക്കണം. അത് കർത്താവിൻ്റെ, ഇപ്പോൾ വസ്ത്രധാരണത്തെക്കുറിച്ച് പോൾ പറഞ്ഞു, അതായത് മോഡസ്റ്റി, അതാണ് ക്രിസ്ത്യൻ വെർച്യു. അല്ലാതെ കർത്താവിലേക്ക് ഒന്ന് പൈസക്കാരനായെന്ന് പറഞ്ഞ് ആരും കർത്താവിലേക്ക് വരില്ല. നോ. അതായത് കർത്താവിനെ നമ്മൾ എങ്ങനെ നോട്ടീസിലാകണമെന്ന കർത്താവ് പറഞ്ഞേ? അതെ, ഇപ്പൊ വിശ്വാസികൾ തിരിച്ചറിയുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരാൾ നടന്ന സംഭവം. അപ്പൊ ഒരു സ്ത്രീ ഓർണമെന്റ്സ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ചെന്ന് ചോദിച്ചു, വിശ്വാസിയല്ലേ എന്ന് ചോദിച്ചു. ദാറ്റ് ഈസ് വേ നൗ ഐഡന്റിഫൈഡ് ബിലീവർ. ഇതിലിപ്പം മിക്കിനെ കണ്ടാൽ മാത്രമേ വിശ്വാസി, മിക്കിനില്ല ഇവിടെ, മിക്കിനെ കണ്ടാൽ മാത്രമേ വിശ്വാസിയാണെന്ന് തോന്നുന്നു. ദാറ്റ് ഈസ് വേ യു ആർ ഐഡന്റിഫൈഡ്. കർത്താവ് പറഞ്ഞു, ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ അത് വായിച്ചു കേട്ട് അതെവിടെ എഴുതിയേക്കുന്നു? പുതിയ കൽപ്പന
യോഹന്നാന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ എത്ര അധ്യായം ഉണ്ട് റജി? ക്യുക്ക് അല്ല, എത്ര അധ്യായം ഉണ്ട്? അത് 22-ലായിരിക്കും. 1334 ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് ഞാൻ തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും മനസ്സിലാക്കും. സ്വർണ്ണൂരിയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണ് എന്ന് ലോകം അറിയാം. അത് ഈ പരസ്പര സ്നേഹത്തിൽ അവസാനിക്കുന്ന ഒരു സ്നേഹമല്ല. ടു സ്റ്റാർട്ട് വിത്ത് അത് ഇറ്റ് സ്റ്റാർട്ട് വിത്തിൻ ദി ചർച്ച്. അത് ചർച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് അത് ലോകത്തിൽ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുമ്പോഴാണ്. അല്ലാതെ എന്താ പറയുന്നത്, മുസ്ലിങ്ങൾ ശക്കാത്ത് കൊടുക്കുന്നു, മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഈ ചർച്ചിലുള്ളവർ തമ്മിൽ സ്നേഹിക്കുന്ന കാര്യമല്ല. ടു സ്റ്റാർട്ട് വിത്ത്. ഇപ്പം ഒരു കുടുംബമാണെങ്കിൽ കുടുംബത്തിലുള്ളവർ തമ്മിൽ സ്നേഹിച്ചിട്ടല്ലേ പുറത്തേക്ക് സ്നേഹം പോകുന്നത്. ടു സ്റ്റാർട്ട് വിത്ത് ആ കർത്താവ് പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് അത് പുറമേക്കുള്ളവർ അറിയുന്നത് എങ്ങനെയാണ്? അവരെയും അതുപോലെ സ്നേഹിക്കുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, if you are noticed because of any of your external things, it is not a teaching of the Christianity. See, you take Sikhism, tale turban kittu. You take Islam, our way of dressing is different. Way of dressing is different. Lokali ennolla. You should not be noticed because of your dressing. Ada Christian mature aayittulla teaching. അതായത് സാധാരണക്കാരെ പോലെ അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രധാരണത്തിന്റെ പേരിൽ വി ഷുഡ് നോട്ട് ബി നോട്ടീസ്ഡ്. പക്ഷെ പലപ്പോഴും എങ്ങനെ ആൾക്കാർ നല്ല ഡ്രസ്സും ഇതൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇന്ന് ഡിഫറെന്റ് ആയിട്ട് പലപ്പോഴും ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയാ, നോട്ടീസ്ഡ് ആവാൻ വേണ്ടിയാ. അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും പൈസ കൊടുക്കിയിട്ടൊന്നും നോട്ടീസ്ഡ് ആയിട്ടില്ല, പിന്നെ എന്താ ഗുണം? എന്തെങ്കിലും ഗുണമുണ്ടോ? ഇറ്റ്സ് നോട്ട് എ ക്രിസ്ത്യൻ വാച്ച്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു നല്ല നിലത്ത് വീണത്, കണ്ടിന്യൂ ടു തിങ്ക് സ്റ്റിൽ. ഈ നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് 3 കൂടെ നമ്മൾ കമ്പയർ ചെയ്യണം. മാത്യു, മാർക്ക് ആൻഡ് ലൂക്ക്. മാത്യു എഴുതിയ മാത്യുവിന്റെ സിംഗിൾ വേർഡ് എന്താ? നല്ല നിലത്ത് വീണതിന്റെ സിംഗിൾ വേർഡ് അതറിഞ്ഞേ പറ്റുമോ? അതറിയില്ല എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാം. എന്താ റജി മാത്യുവിന്റെ സിംഗിൾ വേർഡ് നല്ല നിലത്ത് വീണതിന്റെ സിംഗിൾ വേർഡ്? അതറിയില്ല എന്ന് പറയുന്നത് ഇത്തിരി ദുഃഖകരം. അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് അറിയാം, ബട്ട് ഇല്ല അറിഞ്ഞൂടെ? ആ ഡിഫറൻസ് പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് ആണ്. മർക്കോസ് പറയുമ്പോൾ അതിലെ 1 വേർഡ് എന്താ നല്ല നിലത്ത് വീണതിന്റെ? 4. ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കണം. കാരണം ഒരേ കാര്യം ഇവരെല്ലാം എഴുതിയേക്കുന്നത്. 4ന്റെ ഇത് 20. But there is once sown in good ground, those who hear the word accept it. അപ്പോൾ ഒന്ന് മാത്യു എഴുതി അണ്ടർസ്റ്റാൻഡിങ് ആണ്, അതിന്റെ എക്സ്പ്ലനേഷൻ ഈ രണ്ടും, മാർക്ക് ആൻഡ് ലൂക്ക്. അപ്പോൾ വചനം കേട്ടു, അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്തു. ദെൻ മാർക്കിലേക്ക് പോകുമ്പോൾ ഇച്ചിരി അല്ല സോറി ലൂക്ക് 8 എഴുതിയേക്കുന്നത് നല്ല ഗ്രേറ്റ് ആയിട്ടാണ്. കുറേ ഹൃദയത്തിന്റെ ഗുഡ് വർക്ക്സ് എഴുതിയേക്കുന്നത്. 8 ഒന്ന് വായിക്കാം ഇംഗ്ലീഷ്. അപ്പം മത്തായി അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞേക്കുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്തേക്കോ മാർക്കും ലൂക്കും. സത്യസന്ധതയോടെ നിർമ്മല ഹൃദയത്തോടുകൂടി അതിനെ മുറുകെ പിടിച്ച് ക്ഷമയോടുകൂടി ഫലം നൽകുന്ന. യെസ്. അപ്പൊ ഈ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കൂടിയതാ. ഒന്ന് ഫസ്റ്റ് എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. വചനം അക്സെപ്റ്റ് ചെയ്യാത്തവർക്ക് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ശരിയാന്നുള്ള ഇന്റലക്ച്വൽ എഗ്രിമെന്റ് അല്ല. അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഈൽഡ് ചെയ്യുക എന്ന വാക്കിന്റെ അർത്ഥം അല്ലേ? അതൊക്കെ സംഭവമൊക്കെ ശരിയാന്ന് പറയുന്നതാണോ? നോ, അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഈ ലൂക്കിൽ എഴുതിയേക്കുന്നത് ഹാവിങ് ഹേർഡ് ദി വേർഡ് ആൻഡ് അക്സെപ്റ്റ്. ആ ഹാർട്ടാണ് ഭയങ്കരം. നമ്മളൊരു സ്ഥലത്ത് വായിക്കുന്നുണ്ട്, ഒരു നോബിൾ ആയിട്ടുള്ള ഒരു ഭരണകർത്താവ് അല്ലെ? കർത്താവിനെ കുറിച്ച് പറഞ്ഞിരുന്നത് ഉണ്മയില. നമ്മളെങ്ങനെ ഒരു നോബിൾ ഹൃദയത്തിന് ഉടമകളാണ്. നോബിൾ എന്ന് പറഞ്ഞാൽ ഒരു കുലീനമാണ്, അല്ലെങ്കിൽ ഒരു രാജകീയമാണ്, രാജകീയ പുരോഹിത വർഗ. നൊബിലിറ്റി എന്ന് പറയുന്നത് സംതിങ് റിലേറ്റഡ് ടു റോയൽറ്റിയാണ്. നമ്മളെങ്ങനെയാ രാജാക്കന്മാരുടെ ഹൃദയമുള്ളത്? നമ്മളുണ്ടായത് എവിടെയെങ്കിലും ആയിക്കോട്ടെ, നോ പ്രോബ്ലം.
കൊറിന്തോസുകാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിലെ പാവപ്പെട്ടവരായിരുന്നു, വിദ്യാസമ്പന്നരായിരുന്നില്ല, ഏറ്റവും ലോകപ്രകാരം ഏറ്റവും കുലീനരല്ലായിരുന്നു. ബട്ട് ആർ വി നോബിൾ ഇൻ ഹാർട്ട്. ഈ പണ്ടത്തെ ഈ കേരളത്തിലെ ജാതി വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ ബൈ ചാൻസ് ആയിട്ട് കേട്ടതാ. ഈ ഒരു കാസ്റ്റ് ഏറ്റവും കൂടുതൽ ബ്രാഹ്മണന്മാരാണല്ലോ, ബ്രാഹ്മണന്മാർ രാജകീയ ആൾക്കാർ. ഒരു കാസ്റ്റ് 32 അടി അകലെ പോകാൻ പറ്റുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് 32 അടി വരെ അവർക്ക് അടുക്കാൻ പറ്റും. 32 അടി അകലെ അവർക്ക് അതിൽ കൂടുതൽ അടുക്കാൻ പറ്റില്ല. ദേ ആർ നോട്ട് പെർമിറ്റഡ്. ഇനി അതിനേക്കാൾ കുറഞ്ഞ കാസ്റ്റിന് 64. ഇനി കുറച്ചുകൂടെ 3 ടൈപ്പ് ഉണ്ടായിരുന്നു, 32, 64, 96. ഹിസ്റ്ററി അത് അങ്ങനെ ആയിരുന്നു. നമുക്ക് വായിച്ചില്ല, അയിത്തോച്ചാടനം, ഗാന്ധിജി വന്ന് നിർത്തി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ സെയിം വേ. അപ്പൊ ഇതിൽ ഈ നോബിൾ ആൾക്കാരുടെ അടുത്തു നിന്നാണ് 32, 64, 96 മാറിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ നല്ല നിലത്ത് വീണെന്ന് പറഞ്ഞേക്കുന്നവര് നോബിൾ ഹൃദയത്തിന്റെ ഉടമകളാണ്. ഇത് സ്പിരിച്വൽ സെൻസിൽ എടുക്കുമ്പോൾ ഈ കർത്താവിനോട് ഉള്ള ആ കമ്മിറ്റ്മെന്റ് ആയി ഡിസ്റ്റൻസ് അകത്തി കൊണ്ടുപോകുന്നു. നമുക്ക് ദൂരത്തോടെ പിൻഗമിക്കുന്നവരുണ്ട്, അത്യുന്നതിന്റെ നിഴലിൽ നിൽക്കുന്ന, നിഴൽ എന്ന് പറഞ്ഞാൽ ക്ലോസ് പ്രോക്സിമിറ്റി അല്ലേ. നിഴലിൽ നിൽക്കണമെങ്കിൽ അടുത്ത് നിൽക്കണ്ടേ, തൊട്ടടുത്ത് പോകുന്നവർക്ക് മാത്രമേ നിഴലിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതില് പോകുന്ന നമ്മുടെ ഹൃദയം ഞാൻ പറയുന്നു, പൈസയും ഉണ്ടായ കുടുംബത്തെ ഒന്നും ബേസ് ചെയ്തല്ല ഈ പറയുന്നത്. നമ്മളെങ്ങനെ ഒരു കുലീന ഹൃദയമുള്ളവരാണ് ചിന്തിച്ചു നോക്കും. ഒരു നോബിൾ ഹാർട്ട്. അതേ നമ്മൾ 32, 64, 96 അടി വരെ പോകുന്ന സൈസ് ആൾക്കാരാണ്. അത് ഫിസിക്കൽ നടമാടിയ കാര്യങ്ങളാണ്, അല്ലാതെ ഇത് നടക്കാത്ത കാര്യങ്ങളല്ല. ഇതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. കേരള ഹിസ്റ്ററി പോലും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ആദ്യം ഉണ്ടായിരിക്കേണ്ടത് ഇത് ഹാർട്ട്, ഒരു കുലീന ഹൃദയത്തിന്റെ ഉടമയാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഉണ്ടായത് എവിടെ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ലോകം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പല കാസ്റ്റ്, ലോവർ കാസ്റ്റ്, ഹൈ കാസ്റ്റ്, ഇതൊന്നുമല്ല. അപ്പൊ ആദ്യം ആ ഹാർട്ടിന്റെ പ്രത്യേകത എഴുതിയിരിക്കുന്നത് നോബിൾ ആൻഡ് ഗുഡ് ഹാർട്ട്. അവർക്ക് മാത്രമേ കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റൂ. ഒരു വിശാല ഹൃദയം, കടൽ തീരത്തെ മണൽപ്പരപ്പ് പോലെയുള്ള വിശാല ഹൃദയം ദൈവം ഒരാൾക്ക് കൊടുത്തു. ആർക്ക് കൊടുത്തു? സോളമന് കൊടുത്തു. അപ്പൊ നമ്മൾ വിശാല ഹൃദയം, സോളമൻ അത് മിസ്യൂസ് ചെയ്തു. വിശാല ഹൃദയം വേണ്ടാത്ത രീതിയിലെല്ലാം ഉപയോഗിച്ച് വിശാല ഹൃദയമായിപ്പോയി. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെ ഒരു നോബിൾ ഹാർട്ട് ഉണ്ട്? ചിന്തിച്ചു, നമ്മുടെ ഹൃദയം നല്ലതാണ്. റീ ആദ്യം പറഞ്ഞു വളരെ പ്രധാനം. നമ്മുടെ ഹൃദയമൊക്കെ നമുക്കറിയാം. അറിയാൻ വയ്യാത്ത ഒരു കൺഫ്യൂസിങ് സിറ്റുവേഷൻ ഒന്നുമില്ല ക്രിസ്ത്യാനിറ്റിയിൽ, നോ നത്തിങ്. അപ്പോൾ ഒരു നോബിൾ ഹാർട്ട്, ദെൻ ഈ നോബിൾ ഹാർട്ടിന് മാത്രമേ ഇത് കീപ്പ് ചെയ്യാൻ പറ്റൂ. ഇത് കീപ്പ് ഇറ്റ് ആൻഡ് ബെയർ ഫ്രൂട്ട് വിത്ത് പേഷ്യൻസ്. ഈ പേഷ്യൻസാണ് ഞാനത് ടച്ച് ചെയ്തൊരു കാര്യം. പേഷ്യൻസിന് പെർസീവറൻസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പെർസീവറൻസ്, പേഷ്യൻസ്, ഫോർബിയറൻസ്, ഇതെല്ലാം സെയിം തന്നെ. അപ്പൊ ഇതില് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പേഷ്യൻസിന്റെ ഇമ്പോർട്ടൻസ് ഈസ് ഗ്രേറ്റ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്. നമ്മളെ സംബന്ധിച്ച്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വാഗ്ദത്തം എന്താ? രോഗശാന്തിയാണ്. എന്താ ദി ഗ്രേറ്റസ്റ്റ് പ്രോമിസ് ഫോർ എ ക്രിസ്ത്യൻ? എന്താ? ഇതെല്ലാവർക്കും അറിയാം. എന്താ? അല്ല, ലിവിങ് ഹോപ്പ്. എന്താന്ന് ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഹോപ്പ്? അതായത് സ്വർഗ്ഗമല്ല, കർത്താവാണ് നമ്മുടെ ഹോപ്പ്. ജീസസ് ഈസ് അവർ ഹോപ്പ്, അല്ലേ? അപ്പൊ ജീസസ് സ്വർഗത്തിലല്ല, വേറൊരു സ്ഥലത്തേക്ക് പോകണേ എങ്ങോട്ട് പോകും? സോ അവർ ഹോപ്പ് ഈസ് ഇൻ ദി ലോർഡ്. അപ്പൊ നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്നത് കർത്താവാണ്. അപ്പൊ ഈ പെർസീവറൻസ് അല്ലെങ്കിൽ വാഗ്ദത്തം എന്ന് പറയുന്നത് കർത്താവാണ്, അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നത് കർത്താവാണ്, ആണ് അല്ലേ? അതായത് ശിമയോൻ പറഞ്ഞു, മനുഷ്യവർഗത്തിന് ദൈവം ഒരുക്കിയ രക്ഷ കണ്ണുകൊണ്ട് കണ്ടു. അപ്പൊ ഇവിടെ നല്ല നിലത്ത് വീണത്, ഫലം നല്ല നിലത്ത് വീണു, നല്ല നില ആണോ എന്നൊക്കെ അറിയുന്നത് ടൈം ഓൺലി വിൽ പ്രൂവ് ഇറ്റ്. കർത്താവ് പറഞ്ഞു, ഫ്രൂട്ട് വിൽ സേ വാട്ട് ഈസ് എ ട്രീ. എ ട്രീ ഇസ് നോൺ ബൈ ഇറ്റ്സ് ഫ്രൂട്ട്. ഈ 10 കന്യകമാരും ശരിക്കും വിളക്കുമായിട്ട് നിന്നവരാ. അപ്പൊ നമ്മളെല്ലാം വിളക്കുമായിട്ട് നിൽക്കുന്നവരാ. ബട്ട് ടൈം വിൽ പ്രൂവ് അവർ നേച്ചർ, അവർ DNA. Only time will prove. After 10 years where we will be. അത്
ഇന്ന് നമുക്കൊരു ഡിസിഷൻ ഉണ്ട്, കർത്താവ് ഒരിക്കലും കൈവെടിയത്തില്ല, കർത്താവ് നമ്മൾ ഉപേക്ഷിക്കില്ല, കർത്താവ് നമ്മൾ വഴിയിലിട്ടിട്ട് പോകത്തില്ല. നമ്മിൽ ഈ പണി തുടങ്ങി വെച്ചവൻ അത് അവസാനം വരെ കൊണ്ടെത്തിക്കും. അതെവിടെ എഴുതിയത്? ഇത് അവസാനം വരെ കൊണ്ടെത്തിക്കും. എവിടെയാ? മാറ്റി പറയാൻ പാടില്ല. ജിനി എവിടെ? കുടുംബക്കാരോട് ചോദിച്ചോണ്ട് ജിയ എവിടെയാ ജിജോ? കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട, ഇത് വലിയൊരു വാഗ്ദത്ത, ഇത് തുടങ്ങി വെച്ചവൻ ഉപേക്ഷിക്കില്ല. ഫിലിപ്പിയൻ 1:6. അപ്പൊ ആദ്യം കൊറിന്ത്യൻസ് പറഞ്ഞു. പെട്ടെന്ന് വരും. 1:6 ആയിരിക്കും, അല്ലെ 4 ആയിരിക്കും. വായിച്ചു പെട്ടെന്ന് വരും. Are you confident of this very thing? വായിക്കേ. That he who has begun a good work in you will complete it until the day of Jesus. Yes. Are you confident? We are to be confident of this truth. The one who has begun a good work in us, he will continue to do whatever is required till the day of the Lord. So no need to worry about it. No need to be concerned about it. He will, എന്താ പറയുന്നത്, അവന്റെ ചിറകിൻ കീഴിൽ നമ്മൾ വഹിച്ചുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതില് ഈ ഹീബ്രൂസ് 10:35 വായിക്കുമ്പോ അപ്പൊ ഇതിന് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ട സാധനം പെർസീവറൻസ് ആണ്. ഹീബ്രൂസ് 10:35 പെട്ടെന്ന് വായിക്കും. നിങ്ങളുടെ ആത്മധൈര്യം വെടിയരുത്, അതിന് വലിയ പ്രതിഫലമുണ്ട്. ദൈവത്തിന്റെ തിരുമനസ് നിറവേറ്റാനും വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പ്രാപിക്കാനും നിങ്ങൾക്ക് സഹന ശക്തി ആവശ്യമാണ്. അതെ, വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അല്ല. ഒത്തിരി വാഗ്ദാനങ്ങളുണ്ട്, അതൊക്കെ കിട്ടും. എല്ലാത്തിനും ഇത് തന്നെ കണ്ടീഷൻ. ബട്ട് ദി പ്രൊമിസ് എന്ന് പറയുന്ന കർത്താവാണ്. സോ ദേർ ആർ ലോട്ട് ഓഫ് പ്രൊമിസസ് ഇല്ലേ? നമ്മുടെ രോഗശാന്തി പ്രൊമിസാണ്, നമുക്ക് അന്നു വേണ്ടി ആഹാരം തരും, മുന്നമേ അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്കുന്നത്, എല്ലാ ഫിസിക്കൽ റിക്വയർമെന്റ്സും ദൈവം മീറ്റ് ചെയ്യും. നമുക്കെതിരെ അതെ, ഒരായുധം ഫലിക്കത്തില്ല, മന്ത്രവാദം ഫലിക്കില്ല, കൂടോത്രം ഫലിക്കത്തില്ല, സ്കീമുകളൊന്നും ഫലിക്കത്തില്ല. ഇതെല്ലാം വാഗ്ദത്തങ്ങളാണ്. ബട്ട് ദി പ്രൊമിസ് കർത്താവായ യേശു ക്രിസ്തു. ദി ലൈ എന്ന് പറയുന്നത് എന്താ? സെറ്റ് എന്ന് പറഞ്ഞ സെറ്റും പറഞ്ഞ ഏത് നോണയാ? ദി ലൈ. ദി ലൈ അതായത് പഴന്നുള്ളല്ല, ദൈവവചനം ഡിസൊബേ ചെയ്താലും നോ പ്രോബ്ലം, ഒന്നും സംഭവിക്കില്ലെന്നല്ല, നല്ലതാണ് നിങ്ങൾക്ക്. ദാറ്റ് ലൈ ഈസ് പ്രൊപ്പഗേറ്റഡ്. നമ്മൾ പറയുന്നില്ലേ, യഹൂദരുടെ ഇടയിൽ ഇന്നും അത് പ്രചാരത്തിലുണ്ടെന്ന് പറയുന്ന പോലെ ഇന്നും പ്രചാരത്തിലുള്ള നുണ ചെയ്താ ദൈവവചനം അനുസരിച്ചില്ലെങ്കിൽ നോ പ്രോബ്ലം. പ്രോബ്ലം ഇല്ലെന്ന് മാത്രമല്ല, ഇറ്റ്സ് ബെറ്റർ. ഈ നുണയെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നിന്റെ നന്മയ്ക്കായി നിന്നോട് ഞാൻ കൽപ്പിക്കുന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുകയും. എല്ലാ ചട്ടങ്ങളും പ്രമാണങ്ങളും എന്തിനു വേണ്ടിയാ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാ. വേറെ ഇറ്റ് ഈസ് റിട്ടൺ. ഡ്യൂട്രോമിയിലുണ്ട്, പിന്നെ അവിടെ ഉണ്ട്. അപ്പൊ അത് അതെ, ബേസിക്കലി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഏത് കൽപ്പന ഡിസൊബേ ചെയ്യുന്നോ ഇത്തിരി പൊട്ടാസ്യം സയനൈഡ് കുടിച്ചോണ്ടിരിക്കുക. Really, any disobedience to any divine commandment, you are eating poison. നമുക്കൊരു ഡിസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. Because all obedience will lead to better life. Even the slightest streak of pen is bringing blessing to your life. So, if you are really wise, you will be very cautious to obey the commandments of the Lord. അതുകൊണ്ടാണ് ഈ ചെറിയതുപോലും അനുസരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ ഇത് നെഗ്ലക്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. ചെറിയ കാര്യങ്ങളിൽ നമ്മുടെ നിശ്ചിത വ്യത്യാസം വരുത്തും. അപ്പൊ ബൈ കമ്മിങ് 10:35 എന്ന് ഇംഗ്ലീഷോടെ ഒന്ന് വായിക്കും. ഹീബ്രൂസ്. Therefore, do not cast away your confidence, which has great reward. അതൊന്ന് ഓർത്ത്, do not cast away your confidence, which has great reward. കോൺഫിഡൻസിന് വലിയ പ്രതിഫലമുണ്ട്. സത്യവേദോസം മഹാപ്രതിഫലത്തോട് കൂടിയ, അങ്ങനെയാ വേർഡ്. ബിനി ഒന്ന് വായിക്കാം.
അത് മഹാപ്രതിഫലമുള്ള ധൈര്യം വെടിക്കളയരുത്, തള്ളിക്കളയരുത്. ഇതിന് മഹാപ്രതിഫല ദൈവം വെച്ചേക്കുന്നത്. കാരണം ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിക്കുന്ന ഏക ആട്രിബ്യൂട്ട് ഫെയ്ത്താണ്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ആത്മധൈര്യം. നമ്മളങ്ങനെ ടർബുലന്റ് ആകാൻ പാടില്ല. Therefore, do not cast away your confidence, which has great reward. Great reward by whom? By God. ദൈവം ഗ്രേറ്റ് റിവാർഡ് തരിക എന്ന് പറഞ്ഞാൽ എന്താ? അവയെ അനുസരിക്കുന്നതിൽ വലിയ പ്രതിഫലമുണ്ട്. അതെവിടെ ഇതൊക്കെ ക്വിസ് ചോദിക്കുന്നത് എല്ലാവരും പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അവയെ അനുസരിക്കുന്നതിൽ വലിയ പ്രതിഫലമുണ്ട്. എവിടെയാ എന്താ സോണിയ? അവയെ അനുസരിക്കുന്നതിൽ വലിയ പ്രതിഫലമുണ്ടെന്ന് എഴുതിയിരിക്കുന്നത് എവിടെയാ? എവിടെയാ പറ. 10:35 ഞാനിപ്പോ വായിച്ചതല്ലേ, അതന്നെ വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ല. സോ സാം 19:11 വായിച്ചേ. ഇവരിപ്പോ വായിച്ചതിന് പിന്നെയും പറഞ്ഞിട്ട് എന്തായി? പെട്ടെന്ന് 19:11 ഇംഗ്ലീഷ്. Moreover, by them your servant is warned, and in keeping them there is great reward. And in keeping them there is great reward. മലയാളം വായിച്ചിട്ട് and in keeping them, ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. So how far we are thirsty to keep the word of God. അതിലുപരി അവ നിന്റെ ദാസനെ താക്കീതാണ്, അവയെ അനുസരിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. അവയെ അനുസരിക്കുന്നതിൽ നോക്ക്. So are we so cautious to obey the Lord? If you are not obeying the Lord, we are missing so many things. The great reward. നോക്ക്, ദൈവം മാനിക്കുന്നവനെ അല്ലെ ഇങ്ങനെ ചോദിക്കുന്നില്ലേ, ഹാമാൻ ചോദിക്കുന്നില്ലേ, രാജാവ് മാനിക്കുന്നവനെ എന്ത് ചെയ്യണം? അപ്പൊ കുതിരപ്പുറത്ത് നിർത്തിക്കൊണ്ടെന്നൊക്കെ പറയും. അന്ന് ഈ മർദ്ദിക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ പറഞ്ഞ പോലെ ദൈവം മാനിക്കുന്നവനെ ദൈവം എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ലോകം കണ്ടിട്ടില്ല. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവത്തെ അനുസരിച്ച് സേവിച്ച് നടന്ന ദൈവം എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നു. ഗ്രേറ്റ്. യു കനോട്ട് ഇമാജിൻ. മനുഷ്യ ഹൃദയങ്ങൾക്ക് നിരൂപിക്കാൻ പറ്റത്തില്ല ഇത്. മനുഷ്യന്റെ If you are obeying the Lord, there is no greater love than to obey His word. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതിനുള്ള മഹാപ്രീതി ഹനനയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും ഉണ്ടോ? അനുസരണം ബലിയേക്കാൾ ഉത്തമം. അത് പറഞ്ഞതാരോ റിഞ്ചി? ആരോട്? വെരി ഗുഡ്. ഇങ്ങനെയൊക്കെ എല്ലാം കറക്റ്റായിട്ട് പഠിക്കണം. യു ഹാവ് ടു ലേൺ ദി. കാരണം ഇത് ഇറ്റ്സ് ഗ്രേറ്റ് തിങ്സ്. കാരണം ദൈവത്തിന്റെ സ്വരം കേട്ട അനുസരിച്ച് വേറെ എന്തൊക്കെ ചെയ്താലും കർത്താവിന്റെ വചനം ഡിസൊബേ ചെയ്തിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. യു കനോട്ട്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ് വിത്തൗട്ട് ഫെയ്ത്ത്. നമ്മൾ ഡിസൊബേ ചെയ്യുന്ന ഇറ്റ്സ് ലാക്ക് ഓഫ് ഫെയ്ത്ത്. എന്തുകൊണ്ടാണ് നമ്മൾ അനുസരിക്കാതെ? നമ്മൾ പല കാര്യങ്ങളുണ്ട്. അങ്ങനെ ചെയ്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും, ഇങ്ങനെ എന്ത് പ്രശ്നമാണ് വരാൻ പോകുന്നത്? ചില ആൾക്കാരും ഇങ്ങനെ പറയുന്നതും കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച എന്താ പ്രാർത്ഥനയ്ക്ക് വരാതെ? ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ. ഞാൻ ചോദിക്കാറുണ്ട്, എന്തേ ഒഴിച്ചുകൂടാത്ത പ്രശ്നം? ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമുള്ളൂ. ഒന്ന് മാത്രമേ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തുള്ളൂ, അല്ലേ? ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. ഒന്ന് മാത്രമേ ഇപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തുള്ളൂ. വേണം പറ്റിക്കൂ. അതുകൊണ്ട് ഇതൊന്നും സോഷ്യൽ ഒബ്ലിഗേഷൻസ് ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പലപ്പോഴും ഇത് ലാസ്റ്റ് പ്രയോറിറ്റിയാണ് കർത്താവിന്റെ കാര്യം കൊടുക്കുന്നത്. അതിലെ ദുഃഖമുള്ളൂ. അല്ലാതെ ഇപ്പം ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്, അപ്പം ചത്താലും ആരാധന മുടക്കരുതെന്ന് പഠിപ്പിക്കുന്നവരല്ല നമ്മൾ. ഫൂളിഷ് ടീച്ചിങ്ങുകളും അല്ല. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന മഹാപ്രതിഫലമുള്ള കോൺഫിഡൻസ്. അപ്പൊ ഇതില് ആ 35 നമ്മൾ ഒന്നുകൂടെ വായിച്ചു. അതായത് ദൈവത്തിന്റെ തിരുമനസ് പൂർത്തിയാക്കാനും വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് പ്രാപിക്കാനും എന്ത് വേണം? 10:35 36 തിരുമനസ് നിറവേറ്റാനും വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പ്രാപിക്കാനും നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമാണ്. സഹനശക്തി. അത് ഇംഗ്ലീഷില് ആ സെയിം വേർഡ് ഞാൻ പറയുന്നത്. എൻഡ്യൂറൻസ്, പെർസിവറൻസ് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്താ? വൺ വേർഡ്. എന്താ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? ഏതറിയില്ല? ജീസസ്. അല്ലാതെ ഇനി അത് വേറെ ഒന്നുമല്ല. അതായത് നമ്മളെ ഹീബ്രൂസിന്റെ അവസാനം വായിക്കുന്നുണ്ട്, അവർക്കെല്ലാം ഇതെല്ലാം ലഭിച്ചെങ്കിലും നമുക്ക് വേണ്ടി കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു, കൂടാതെ അവര് പ്രാപിക്കുക. അപ്പൊ ഈ മാറ്റിയ കർത്താവായ യേശു ക്രിസ്തുവാ.
ഇപ്പോ ദി പ്രൊമിസ് എന്ന് പറയുന്നത് എന്താ? ലോഡ്. ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ ദി പ്രൊമിസ് എന്ന് പറയുന്നത് ലോഡാ. അപ്പൊ കർത്താവിനെ നേടണമെങ്കിൽ എന്ത് വേണം? സഹനശക്തി. കർത്താവിനെ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഗോൾ അറ്റൈൻ ചെയ്യും. അപ്പൊ ഈ സഹനശക്തി നമുക്കുണ്ടോ കർത്താവിന്റെ കാര്യത്തിൽ? പെർസീവറൻസ് ഉണ്ടോ? അത് പെട്ടെന്ന് നമ്മൾ ക്ഷമ വിടുന്നവരാണോ? പെട്ടെന്ന് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകുന്നവരാണോ? പെട്ടെന്ന് ലക്ഷ്യം മറക്കുന്നവരാണോ? പെട്ടെന്ന് അതർ ഡിസൈഴ്സ് വന്നകത്ത് കയറുന്നവരാണോ? ഇറ്റ്സ് ഗുഡ് ടു തിങ്ക്. നമുക്ക് പെർസീവറൻസ് ഉണ്ടോ? കർത്താവ് പറഞ്ഞതാ, അതായത് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എവിടെ ജീവിക്കുന്നത്? പത്രോസിന്റെ കാര്യത്തിലാണ്. അത് കർത്താവ് പറഞ്ഞാന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞ അത് വായിക്കും, പെട്ടെന്ന് വായിക്കാം. 24:13. അത് വായിക്കും, പെട്ടെന്ന് വായിക്കാം. 24:13. 1:3. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആര് പറഞ്ഞാൽ? കർത്താവ് പറഞ്ഞതാ. അല്ലെന്ന്, ഇത് കർത്താവ് പറഞ്ഞു. ഇനിയിപ്പോ ഇതിനകത്ത് വേറെ എന്തെല്ലാം പ്രീ ഡെസ്റ്റിനേഷനോ അല്ലെങ്കിൽ എറ്റേണൽ സെക്യൂരിറ്റിയോ സാൽവേഷനോ ആരൊക്കെ ഇത് നോക്കിയത് ഇങ്ങനെയുള്ള എല്ലാ ടീച്ചിങ്ങും വരും ഇതിനിടയിൽ. ഡെമോണിക് ടീച്ചിങ്സ്, ഡോക്ട്രിൻസ് ഓഫ് ഡെമൺസ്. ഡോക്ട്രിൻ ഓഫ് ഡെമൺ എറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ, നോ ഡൗട്ട്, 100%. എറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ പ്രൊവൈഡഡ്. ഇത് കർത്താവ് പറഞ്ഞതാണ്, അവസാനം വരെ സഹിച്ചു നിൽക്കുന്ന രക്ഷിക്കപ്പെടും. പിന്നെ 24 വായിച്ചു, കള്ളപ്രവാചകന്മാരും കള്ള ക്രിസ്തുമാരും പ്രത്യക്ഷപ്പെടും, കഴിയുമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൂടി വഴിതെറ്റി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. ഇതെവിടെ പോയി? എറ്റേണൽ സെക്യൂരിറ്റി സാൽവേഷൻ കർത്താവ് പഠിപ്പിച്ച, വേറെ ആരും പഠിപ്പിച്ചല്ലേ ഇത്. നോക്കി, ഇതെല്ലാം ഡോക്ട്രിൻ ഓഫ് ഡെമോൺസ്. അത് ഡോക്ട്രിൻ ഓഫ് ഡെമോൺസ്. 1 Timothy 4. അന്ത്യകാലത്ത് മനസാക്ഷി കത്തിക്കരിയുമ്പോൾ വരുന്ന ഡെമോണിക് ഡോക്ട്രിൻസ് അത്. അപ്പൊ അവസാനം വരെ സജ് വിൽ കണ്ടിന്യൂ ടു തിങ്ക് ഓൺ ദി ടോപ്പിക്. അപ്പൊ ഇതില് അപ്പൊ ഈ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? അല്ല, മലയാളം നല്ല വേർഡ്, സഹനശക്തി വേണം നമുക്ക്. അപ്പൊ അതിനുള്ള സഹനശക്തി ഇല്ലെങ്കിൽ അത് നേടണം. ദാറ്റ്സ് വാട്ട് അവർ ഗോൾ ഈസ്. പാട്ടുപാടി പ്രാർത്ഥിക്കും. 6:95.